കേരളീയ സമൂഹം 27ാം നോമ്പിലാണ്. 1000 മാസങ്ങളെക്കാൾ ഹൈറായ ഒരു രാത്രി എന്ന് ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്ന ഒരു രാത്രി കടന്ന് വന്നിരിക്കുകയാണ്. ആയിരം മാസങ്ങളെന്ന് പറയുമ്പോൾ 83 വർഷത്തോളം വരും ഏകദേശം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 30-40 വർഷം ഇതുപോലെ ഓരോ രാത്രി കിട്ടിയാൽ ഒരുപക്ഷെ കാൽക്കുലേറ്റർ കൊണ്ട് കണക്കൂട്ടാൻ പറ്റാത്ത അത്രയും പുണ്യങ്ങളും മാസങ്ങളുമായി അത് മാറും. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരവസ്ഥയാണ് റമദാൻ. റമദാനിന്റെ 27ാം ദിവസവും 27ാം രാവുമാണ്. ഈ റമദാനിനെ പൊതുവെ ജാതിമത ചിന്തകളൊന്നുമില്ലാതെ നാട്ടിൽ നടന്നു വരുന്ന ഇന്നത്തെ ഒരു ആചാരമാണ് സത്യത്തിൽ ഇഫ്താറുകൾ. ഇഫ്താറുകൾ നാട്ടിൽ ഇപ്പൊ ആഘോഷങ്ങളായി വളരെയധികം കൊണ്ടാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇഫ്താറുകളുടെ ഒരു ആഘോഷമാണ്. ആ ആഘോഷങ്ങളിൽ എല്ലാ മതത്തിന്റെ പ്രതിനിധികളും വന്നാൽ പറയുക റമദാൻ ആത്മസംസ്കരണത്തിന്റെ മാസമാണ് എന്നാണ്. റമദാൻ ഒരു ആത്മസംസ്കരണത്തിന്റെ മാസമാണ് എന്നാണ് പറയുക. ഞാൻ പലരോടും സ്വകാര്യമായി ചോദിച്ചിട്ടുണ്ട്, എന്താണ് ആത്മസംസ്കരണം? 2 വാക്കുകളുണ്ട് അതിനകത്ത്, ആത്മാവും സംസ്കരണവും. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കുകയോ വേർതിരിച്ച് മനസ്സിലാക്കിയ ശേഷം അത് രണ്ടും കൂടി ചേർന്നാൽ എന്തിലോ വേറെന്തോ നടക്കേണ്ടതാണ് എന്ന് തിരിച്ചറിയുകയോ ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഇത് ആത്മസംസ്കരണത്തിന്റെ മാസമായി ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതും. അത് തിരിച്ചറിയാത്ത ബാക്കിയുള്ളവരാണ് അതിനെ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് എന്നത് സത്യത്തിൽ മനുഷ്യനെന്ന നിലയിൽ ചിന്തിക്കുമ്പം അല്പം ഒരു അപകർഷത തോന്നാൻ കാരണമാവുന്നു എന്നതാണ് സത്യം. എന്താണ് ആത്മാവ്, എന്താണ് സംസ്കരണം? ഇത് രണ്ടും ചിന്തിക്കാതെ എങ്ങനെയാണ് ആത്മസംസ്കരണം എന്ന വാക്ക് ഉപയോഗിക്കുക, അതൊന്നും ആലോചിക്കാൻ മനുഷ്യൻ തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ നാട്ടിൽ മുഴുവൻ ഇഫ്താറുകൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇഫ്താർ കൊണ്ടുള്ള ഉദ്ദേശം? ഇഫ്താർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മതസൗഹാർദ്ദം. എടുത്തു പറയുന്ന ഒരു വാക്കാണ് മതസൗഹാർദ്ദം. ഈ മതസൗഹാർദ്ദത്തിന് ഇഫ്താറുകൾ നേടിക്കൊടുത്ത ഒരു കൊച്ചു നേട്ടമെങ്കിലും മുമ്പോട്ട് വെക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കും ഇല്ല. ഇന്നലെ വരെ ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ മതമൊഴിച്ച് ബാക്കി എല്ലാ മതങ്ങളെയും ചെറുതാക്കിയും കൊച്ചാക്കിയും കളവാക്കിയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇഫ്താർ കഴിഞ്ഞിട്ട് നാളെയും അയാൾ അത് തന്നെയാണ് സംസാരിക്കുക. ഇഫ്താർ സംഘടിപ്പിക്കുന്നവരായാലും ശരി, അതിൽ പങ്കെടുക്കുന്നവരായാലും ശരി, അത് തന്നെയാണ് പറയുക. പൊതുവെ മതവിശ്വാസികളോട് ഒരു നിരീശ്വരവാദി ഒരു ഉപദേശം നടത്തിയിരുന്നു, ഒരു കമ്പാരിസൺ ഒരു തവണ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മതമൊഴിച്ച് ഭൂമിയിലുള്ള ബാക്കി 99 മതങ്ങളെയും നിങ്ങൾ കളവാക്കി, നിങ്ങളുടെ ഒരു മതത്തെ മാത്രം നിങ്ങൾ സത്യമാക്കി. പക്ഷെ ഞാൻ നിങ്ങളുടെ ആ മതവും ചേർത്ത് 100നെയും കളവാക്കി. ഈ ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ഒരു മതത്തെ കളവാക്കിയ വ്യത്യാസം മാത്രമേ നിരീശ്വരവാദിയും മതവിശ്വാസിയും തമ്മിലുള്ളൂ എന്നതാണ് സത്യം. ആ ഒരു മതം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കളവാക്കുന്നവർ ഒരുമിച്ച് കൂടി ഉള്ളിന്റെ ഉള്ളിൽ മറ്റേയാളുടെ കർമ്മങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളുടെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ജീവിതത്തെയും വാനോളം പുകഴ്ത്തി പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും പഴയ കുറ്റം പറയുന്ന നിരർത്ഥകമായ ഒരു ചടങ്ങ്. ഈ ചടങ്ങ് പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് റമദാനിന്റെ പേരിൽ. സത്യത്തിൽ എന്റെ കാഴ്ചപ്പാടിൽ റമദാൻ മനുഷ്യർക്ക് സംസ്കരണമല്ല, മനുഷ്യർക്ക് ഒരു തരം സംസ്കാരമില്ലായ്മയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് വേദനയോടെ പറയേണ്ടി വരും. എന്താ കാരണം? ഈ റമദാൻ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട്
മുസ്ലിം സമൂഹം കൊണ്ടു നടക്കുന്ന വലിയ കുറെ വിശ്വാസങ്ങളുണ്ട്. വലിയ വിശ്വാസങ്ങൾ എന്ന വാക്കിൽ ഒതുങ്ങുന്നതല്ല ആ വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങളാണ് അവരെ നയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അടിസ്ഥാനപരമായ ചില വിശ്വാസങ്ങളുണ്ട്. അതിലൊന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റമദാനുകളെ ഒരു ചന്തയോ ഒരു ഉത്സവ പറമ്പിനോട് ഉപമിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഉത്സവപ്പറമ്പിൽ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഡിസ്കൗണ്ട് സെയിൽ, വില കുറച്ച് സാധനങ്ങൾ കിട്ടുക. പിന്നെ മറ്റൊന്നെന്താ, ഫ്രീ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, ടേക്ക് 1 ഗെറ്റ് 2 ബോർഡ് വെച്ചിട്ട് കാണാം. പിന്നെ ചിലയിടത്തെന്താ, മുച്ചീട്ട് കളിക്കാരനെ കാണാം, ഒന്ന് വെച്ചാൽ 3 കിട്ടും. ഇതൊക്കെ ഈ റമദാനിലും കാണും. ഒന്ന് വെച്ചാൽ 3 അല്ല, പകരം 70 കിട്ടും, ചിലപ്പോ 70,000 കിട്ടും. ചിലപ്പോ ഒന്ന് വെച്ചാൽ ഒരു വലിയ മുച്ചീട്ട് കളിക്കാരനാണ് ദൈവം എന്ന് തോന്നിപ്പോവും ഇത് വിളിച്ചു പറയുന്നത് കേട്ടാൽ. അല്ലെങ്കിൽ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയാണെന്ന് തോന്നിപ്പോവും. കാരണം ഡിസ്കൗണ്ട് സെയിലിട്ടിട്ട് കൺസ്യൂമറെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ദൈവം ഈ മാസത്തിൽ പിശാചിനെ ചങ്ങലക്കിട്ടിരിക്കുന്നു. അപ്പൊ ഈ മാസത്തിൽ നേടിക്കൊള്ളുക പരമാവധി. ഈ മാസത്തിൽ നിങ്ങൾ ഒന്ന് ചെയ്താൽ 10 അല്ലെങ്കിൽ തന്നെ കിട്ടും. ഇപ്പം 70,000 പറയുന്നവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. സാധാരണഗതിയിൽ വാൾമാർട്ട് ഒരു ഡിസ്കൗണ്ട് സെയിൽ പ്രഖ്യാപിച്ചാൽ അതിന് ഒരു സിസ്റ്റം ഉണ്ടാവും. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ 2 എടുത്താൽ ഒന്ന് ഫ്രീ. ഇവിടെ ഒന്നിന് 70,000 70,000 എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തിടത്തോളം ദൈവം തന്റെ വ്യവസ്ഥിതിയെയും തന്റെ പദ്ധതികളെയും വിശദീകരിക്കാൻ അപര്യാപ്തനായി പോകുന്നു എന്ന് പറയുന്ന ഒരു ദോഷം ഇതിനുണ്ട്. ഇതെങ്ങനെ മനുഷ്യനെ സംസ്കാരത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന എന്റെ ചിന്ത ഞാൻ പങ്കുവെക്കാം. ഈ റമദാനിലേക്ക് കടന്നു വരുന്ന ഭൂമിയിലെ 160 കോടി വരുന്ന ഇന്നത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അവർ ധാരാളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇത് എന്നാണ് അവരുടെ വിശ്വാസം. ഇന്നലെ രാത്രിയിൽ പലരും ഉറങ്ങിയിട്ടില്ല. എന്നെ ഇന്നലെ രാത്രി 1.5 മണിക്ക് ഒരാൾ വിളിച്ചു. ഞാൻ ഫോണെടുത്തില്ല. രാവിലെ വിളിച്ചു ചോദിച്ചപ്പോ എന്നോട് ചോദിച്ചു, എന്താ ഉറങ്ങിപ്പോയോ? ഞാൻ പറഞ്ഞ ഞാൻ സാധാരണ രാത്രി ഉറങ്ങുന്ന ആളാണ് ഞാൻ, പിന്നെന്താ ഉറങ്ങിപ്പോകാൻ? അല്ല, ഇന്നലെ അങ്ങനെയല്ലല്ലോ, ഉറങ്ങാൻ പാടില്ലല്ലോ. ഇന്നലെ ഉറങ്ങിപ്പോയോ എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ ഞാൻ രാവിലെ തിരിച്ചു വിളിച്ചത് 9 മണിക്കാ. അപ്പൊ അയാൾ ഉറക്കത്തിലാണ്. ഇത് തന്നെ ഒരു അധപ്പതനമാണ്. ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുക, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുക. അത് തന്നെ ഒരു തലതിരിഞ്ഞ ഏർപ്പാടാണ്. അത് തന്നെ ഒരു അധപ്പതനമാണ്. അവിടെ തീരുന്നില്ല ഇത്. ഞങ്ങളുടെ നാടുകളിൽ ആഴ്ച ചന്ത എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ എന്നറിയില്ല. പണ്ടത്തെ ആൾക്കാരൊക്കെ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുക്കും. ഇന്നത്തെ തലമുറക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇന്നത്തെ തലമുറക്ക് എപ്പോഴും ചന്തയാണ്. ആഴ്ചയിൽ ഒരു ദിവസമല്ല ചന്ത, എല്ലാ ദിവസവും ചന്ത. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പോരാ, എല്ലാ രാത്രിയും ചന്ത, ഇല്ലേ? അങ്ങനത്തെവർക്ക് ആഴ്ചയിൽ ഒരു ചന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരുപക്ഷെ കോഴിക്കോട്ട് അങ്ങാടിയിൽ അങ്ങനെ ഒരു ചന്ത ഉണ്ടായിരുന്നെങ്കിൽ പരിസരത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആ ദിവസം ആ ഗ്രാമവാസികൾ ഇങ്ങോട്ട് വരും. തന്റെ കയ്യിലുള്ള പണം അല്ലെങ്കിൽ ഉൽപ്പന്നം ചെലവഴിച്ചുകൊണ്ട് തനിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ വേണ്ടി ഒരാഴ്ചത്തേക്ക് ആവശ്യമായതൊക്കെ വാങ്ങിയിട്ടാണ് പോവുക അവിടെ നിന്ന്, ഇല്ലേ? മീൻ ഒരാഴ്ച വെച്ചാൽ ചീഞ്ഞു പോകുന്നത് കൊണ്ട് ഉണക്കമീൻ വാങ്ങിക്കും. കിഴക്ക് നിന്ന് വരുന്നവരൊക്കെ, ഇല്ലേ? ഉണക്കമീൻ വാങ്ങിക്കും. അതുപോലെ ഡ്രൈ വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അതൊക്കെ പരമാവധി കളക്ട് ചെയ്തിട്ട് പോകും. എന്തിനാ? അടുത്ത ഒരാഴ്ച എനിക്ക് ആവശ്യമായതൊക്കെ സംഭരിച്ചു വെക്കാൻ വേണ്ടി. അതോടുകൂടി ഈ മനുഷ്യന്റെ മനസ്സിനകത്ത് ഒരു എന്താ പറയാ, ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ്. ഒരാഴ്ച സ്വസ്ഥമായി. ഇതിനൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ട്. എന്താ ബൈ പ്രൊഡക്റ്റ്? അടുത്ത ഒരാഴ്ച എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കാൻ പിന്നെ ശ്രമിക്കില്ല. ഓൾറെഡി നമ്മുടെ ഗോഡൌണിൽ ഉണ്ട് ഇതൊക്കെ. ആ ഒരാഴ്ച മനുഷ്യൻ നിഷ്ക്രിയനാവുക എന്നൊരു ബൈ പ്രൊഡക്റ്റ് ഇതിനുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? റമദാനിനുണ്ട് ഇതേ എഫക്റ്റ്. ഒരു റമദാൻ കഴിഞ്ഞാൽ പിന്നെ 11 മാസം പണിയൊന്നും എടുക്കണ്ട. അതിന് തക്കത്തതൊക്കെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അടുത്ത 11 മാസം ഒന്നും ചെയ്യാതെ
രക്ഷപ്പെടാൻ വേണ്ടതൊക്കെ ഒരു മാസത്തിൽ ദൈവം തന്നാൽ പിന്നെ അടുത്ത 11 മാസം നല്ല പണി എന്തെങ്കിലും ചെയ്യണോ? അത് അധപ്പതനമാണോ സംസ്കരണമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സംസ്കരണമല്ലാതെ അധപ്പതനമാണ് കൃത്യമായി. കാരണം 12 മാസം 365 ദിവസം ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മകൾ ചെയ്യാൻ 30 ദിവസം മാറ്റിവെച്ചാൽ ബാക്കി 335 ദിവസം എന്തിന്? ലളിതമായ ഉത്തരം നന്മയല്ലാത്തത് ചെയ്യാനെന്നാണ്, അല്ലേ? വെളിച്ചമല്ലെങ്കിൽ പിന്നെന്താണത്? നന്മയല്ലെങ്കിൽ പിന്നെ അത് തിന്മയാണ്. ആ തിന്മ ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു എഫക്റ്റ് ആണത്. 30 ദിവസം നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്ന് പറയുന്നത് മറ്റൊരു വാചകത്തിൽ പറഞ്ഞാൽ 335 ദിവസം തിന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. അതിന്റെ മറ്റൊരു വശം അല്ലേ? ആണല്ലോ. സംസ്കരണമാണോ അധപ്പതനമാണോ? സ്വയം ഒന്ന് വിലയിരുത്തി നോക്കണം. ഈ കാലത്തിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. പോരാ, ഞാൻ ഇന്ന് രാവിലെ മനോരമ പത്രത്തിൽ ഒരു ഫോട്ടോ കണ്ടു. നിങ്ങളുടെ നാട്ടിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്, എന്താ, സ്വലാത്ത് നഗർ. ഫലസ്തീനികൾക്ക് വേണ്ടി വൻ പ്രാർത്ഥന. കേരളത്തിലെ ഏറ്റവും വലിയ ഖോജ ആമീൻ പറയാൻ നിൽക്കുക. അതിലും വലിയ ഖോജ ആണ് പ്രാർത്ഥിക്കുന്നത്, ഇല്ലേ? പറയാതെ തന്നെ ആരാണെന്നൊക്കെ അറിയാം. ഇല്ലെങ്കിൽ ആ ഫോട്ടോ നോക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും, ഇല്ലേ? അങ്ങനത്തെ ഒരു രാത്രിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നാട്ടിലും ഉണ്ട് ഇത്. എന്റെ നാട്ടിലും ഉണ്ടായിരുന്നു ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ. ഈ അടുത്ത കാലത്താണ് ഇത് 27ാം രാത്രിയാണെന്ന് ഇവർ ഉറപ്പിച്ചത്, ലൈലത്തുൽ ഖദർ. ഈ അടുത്ത് വരെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇത് ഉറപ്പിച്ചത്. ഇത് 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ തറപ്പിച്ച് പറയും 27ാം രാത്രിയാണെന്ന്. ആ അവസ്ഥയിലേക്കാണ്. എല്ലാ മനുഷ്യരെയും വിളിച്ചു വരുത്തി. അതായത് ആ രാത്രിയിൽ പള്ളിയിൽ പോയി താമസിക്കാത്ത, എഴുത്തിക്കാഫ് ഇരിക്കാത്ത ആള് എന്തോ പാപം ചെയ്ത പോലെ. എഴുത്തിക്കാഫ് എന്ന പരിപാടി തന്നെ ഈ അടുത്ത കാലത്താണ് വ്യാപകമായത്, പർദ്ദ വ്യാപകമായ പോലെ. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കെ. നിങ്ങളുടെ വീടിലും നിങ്ങളുടെ പരിസരങ്ങളിലുമുള്ള നിങ്ങളുടെ ഉമ്മയുടെ ഉമ്മമാർ പർദ്ദ ധരിക്കാറുണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? പിന്നെ ഇത് എപ്പോഴാ ഈ ഇൽഹാം, എന്താ പറയേണ്ടത് അതിനെ, അത് എപ്പോഴാ വന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. 1400 കൊല്ലം മുമ്പ് ദൈവം മുഹമ്മദ് നബിയിലൂടെ ജനങ്ങളിലേക്ക് കൊടുത്ത വ്യവസ്ഥതയാണെങ്കിൽ അന്ന് തൊട്ട് തുടങ്ങണ്ടേ? അന്ന് തൊട്ടില്ല, ഇത് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അതുപോലെയുള്ള ചില ആചാരങ്ങളിൽപ്പെട്ടതാണ് ഇപ്പോഴത്തെ ഈ ലൈലത്തുൽ ഖദറിന്റെ കാഠിന്യം. അവിടെ തന്നെ വലിയൊരു തടസ്സമുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഞാൻ ഇന്റർനെറ്റിൽ ഒരു പോസ്റ്റിംഗ് കണ്ടു. ഈ ആയത്ത്, ഈ സൂറത്ത് മുഴുവൻ എഴുതിയിരിക്കുക. അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആയത്ത് ഏതാണെന്നറിയോ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഒരു മത്തങ്ങ വലുപ്പത്തിലാണ് എഴുതിയിരിക്കുന്നത്, ബാക്കിയൊക്കെ ചെറുതായിട്ട്. 3 പ്രാവശ്യം ലൈലത്തുൽ ഖദർ പറഞ്ഞല്ലോ, ആ 3ഉം വലുതായിട്ട് എഴുതിയിരിക്കുന്നു. ആ സൂറത്തിൽ വലുതായി എഴുതാൻ ഒരു പദമുണ്ടെങ്കിൽ ഒറ്റ പദമേ ഉള്ളൂ. അതിൽ ഏതാണ് ആ പദം? ഹു. ഹു എന്ന ഒരക്ഷരം പ്രതിനിധാനം ചെയ്യുന്ന ഒരു പദമുണ്ട്. ഇന്നാ അൻസൽനാഹു. അതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഫീ ലൈലത്തുൽ ഖദർ. അതിനെ അവതരിപ്പിച്ചത് കൊണ്ടാണ് ഈ ലൈലത്തുൽ ഖദർ പുണ്യമായത്. മാർക്കറ്റിൽ പോയി ശർക്കരയും വാങ്ങി വരുമ്പോൾ പൊതിഞ്ഞ കടലാസ് പോലെയാണ് ഈ ലൈലത്തുൽ ഖദർ. കടലാസിന് മധുരം കിട്ടിയത് എന്തിന്റെ പേരില? അതിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ശർക്കരയുടെ പേരിലാണ്. ആ ഹു ശർക്കരയാണ്, കടലാസാണ് ലൈലത്തുൽ ഖദർ. എന്നിട്ട് ഈ ജനങ്ങൾ പായുന്നത് മുഴുവൻ എന്തിന്റെ പുറകെയാണ്? കടലാസിന്റെ പുറകെ. വെല്ലം ശർക്കര അങ്ങ് ദൂരെ കളഞ്ഞു, കടലാസ് നക്കിയിട്ട് മധുരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ജനങ്ങൾ. അതൊരു വശം അവിടെ ഇരിക്കട്ടെ. അതിനെ വലുതാക്കുന്നതിന്റെ ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇവിടെ എന്റെ നാട്ടിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുഴുവൻ ആൾക്കാരെയും വിളിച്ചു വരുത്തി ലൈലത്തുൽ ഖദറില് ദുആ ഇല്ലേ? അങ്ങനെയില്ലേ? ഇപ്പോ ഒരു 10 ദുആയെങ്കിലും നടക്കും ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ. പിറ്റേ ദിവസം രാവിലെ ഇമാമിന്റെ പെട്ടി നോക്കിയാൽ ഒരു കൊല്ലത്തെ സമ്പാദ്യം കിട്ടിയിട്ടുണ്ടാവും. അന്ന് ഇങ്ങനെ കൈമടക്കിയിട്ട് കൊടുക്കുമല്ലോ, അല്ലെ? അപ്പൊ ഈ മനുഷ്യൻ ഓരോ ആളോടും കൂട്ടപ്രാർത്ഥന നടത്തി. അതിനുശേഷം ഈ മനുഷ്യൻ എല്ലാവരോടും പറഞ്ഞു, ഓരോ മൂലയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്നിട്ട്
ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്ത തെമ്മാടിത്തരങ്ങളൊക്കെ ഓർത്തിട്ട് ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചോളാൻ, മഗ്ഫിറത്തിനെ തേടിക്കൊള്ളാൻ. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഉറക്കം വന്നിട്ടുണ്ടാവും. ഓരോരുത്തരും ഓരോ മൂലക്ക് പോയിരുന്ന ഇയാൾക്ക് ഉറങ്ങാമല്ലോ. രാവിലെ സുബഹിന്റെ സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും പ്രസംഗിക്കുമ്പോ എല്ലാവരോടും ചോദിച്ചു, എന്ത് തോന്നി? ഒറ്റക്കൊറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങൾ വ്യഭിചരിച്ചതിനെയും നിങ്ങൾ കള്ളം പറഞ്ഞതിനെയും നിങ്ങൾ വഞ്ചിച്ചതിനെയും ഒക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചില്ലേ? എന്ത് തോന്നി എന്ന് ചോദിച്ചു. ഒരു രസികൻ പറഞ്ഞു, ഉസ്താദെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത്, എന്നാ പിന്നെ നീ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇദ്ദേഹം. മെല്ലെ സ്വകാര്യമായിട്ട് പോയിട്ട് പറഞ്ഞാൽ അറിയാം, ഉസ്താദെ അതെല്ലാം വീണ്ടും ഓർത്തപ്പോ വീണ്ടും ചെയ്യാൻ തോന്നി. മറന്നതാണ് പണ്ട്, ഇത് ഏറ്റു പറയാൻ വേണ്ടി വീണ്ടും വീണ്ടും ഓർത്തപ്പോ വീണ്ടും അത് ചെയ്യാൻ തോന്നി. ആ വൃത്തികേടുകൾ വീണ്ടും ഓർമ്മിപ്പിക്കുക ചെയ്തത്. ഫലത്തിൽ അയാൾ അതിൽ നിന്ന് വിട്ടുപോയതാ. ഇതാണോ മഗ്ഫിറത്ത്? ഇതാണോ പാപമോചനം? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വ്യക്തമായ ഒരാലോചന നമുക്ക് നടത്തേണ്ടതുണ്ട് ഇവിടെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്, റമദാനിലും ലൈലത്തുൽ ഖദറിലും പ്രാർത്ഥനകൾ മറ്റെല്ലാ കാലത്തേക്കാൾ കൂടുതൽ ഫലം ചെയ്യും. അതിന്റെ പേരിലാണല്ലോ പലസ്തീനികൾക്ക് വേണ്ടി ഇന്നലെ പ്രത്യേകം പ്രാർത്ഥന നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്റെ കുഞ്ഞിന് അസുഖം വന്നാൽ ഞാൻ അടുത്ത് ഡോക്ടറെ അടുത്ത് പോകും. അടുത്ത വീട്ടിലെ കുഞ്ഞിന് അസുഖം വന്നാലോ ദുആ, അതിന് പ്രാർത്ഥന, അതിനുള്ള മരുന്ന് പ്രാർത്ഥന. എന്റെ കുഞ്ഞിന് പ്രാർത്ഥിച്ചിട്ട് മതിയാക്കിയ ഒരു പിതാവിനെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, കുറച്ച് പെന്തക്കോസ്തുകാരല്ലാതെ. ആ പെന്തക്കോസ്തുകാരുടെ തന്നെ അവസ്ഥ എന്താണെന്നറിയോ? പനി ജലദോഷം പോലുള്ള രോഗത്തിന് പ്രാർത്ഥന കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ സഹിക്കൂല, പിന്നെ എടുത്ത് ഡോക്ടറെ അടുത്തേക്ക് പോകും. ഈ മുസ്ലിങ്ങൾ ഹജ്ജിന് പോകും പോലെയാ. മക്കത്ത് പോയാല് ഹനഫി, തൊട്ടാ നോമ്പ് ഒതു മുറിയൂല. തിരിച്ചു വരുമ്പം വീണ്ടും ഷാഫി, പിന്നെ തൊട്ടാലും ഒതു മുറിയും എന്ന് പറഞ്ഞ പോലെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പെന്തക്കോസ്ത് അല്ലാതാവും, ഡോക്ടറെ അടുത്തേക്ക് പോകും. തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു സാക്ഷ്യം വഹിച്ചിട്ട് പെന്തക്കോസ്ത് ആയാൽ മതി എന്നാണ് കാഴ്ചപ്പാട്. ഇത് തന്നെയല്ലേ നമ്മുടെയും കാഴ്ചപ്പാട് അല്ലേ? അവിടെ പോയി കഴിഞ്ഞാൽ തൽക്കാലം ഹനഫി. ഞാൻ അവരോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു മാർഗം സത്യമാണെന്ന് കണ്ട് തെരഞ്ഞെടുത്തു എന്നാണ് ഞാൻ ഷാഫി ആണെന്ന് പറയുന്നതിന്റെ യഥാർത്ഥത്തിൽ ആ പറച്ചിലൊരു പ്രഖ്യാപനമാണ്. എന്താ? മദ്ഹബുകളിൽ ഷാഫി പറഞ്ഞതാണ് ശരി, അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതൊരു പ്രഖ്യാപനമാണ്. ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു കരാറാണ്. ആ കരാറിനെ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി ലംഘിക്കാമെങ്കിൽ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ? ഈ വ്യവസ്ഥിതിയിൽ പോരായ്മകൾ ഉണ്ട് എന്ന് തുറന്ന് സമ്മതിക്കലാണത്, അല്ലേ? അങ്ങനെ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമോ? ഞാൻ ഇന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതാണ്. കാരണം അങ്ങനെ ചിന്തിക്കാൻ അതിന് വലിയ കാരണങ്ങളുണ്ട് അതിന്റെ പുറകിൽ. പ്രാർത്ഥന ഇല്ല എന്നോ പ്രാർത്ഥന ഉണ്ട് എന്നോ പ്രാർത്ഥനയ്ക്ക് ചോദ്യം കൊണ്ട് ഉത്തരം കിട്ടുമെന്നോ ഉത്തരം കിട്ടില്ല എന്നോ സമർത്ഥിച്ചത് കൊണ്ട് ഏതെങ്കിലും ഒരു ആശയത്തെ എതിർക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ആശയം തെറ്റാണെന്ന് സമർത്ഥിക്കലല്ല ഉദ്ദേശിക്കുന്നത്. കാരണം ആ ആശയത്തിന് ശരി തെറ്റുകൾക്കപ്പുറം ഈ സമൂഹത്തെ മുഴുവൻ മാറ്റിമറിക്കാവുന്ന ഒരു മാനമുണ്ട്. ആ മാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയുമുണ്ട് ദൈവിക വ്യവസ്ഥിതിയുടെ വക്താക്കൾ എന്ന നിലയിൽ. അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ നേടാം എന്ന വിശ്വാസത്തിൽ നിന്നാണ് സത്യത്തിൽ ഇന്നത്തെ ഈ റമളാനിന്റെ പോരിശ തന്നെ ഉണ്ടായിരിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ നേടാം. എന്തെല്ലാം തരാം പ്രാർത്ഥനകളാണെന്നറിയോ? ഈ പള്ളിയിൽ നിന്ന് അത്ര വലിയ ശല്യമാണ്. മൈക്കും വെച്ചിട്ട് രാത്രി ഒരു 7-8 മണി വരെ ശബ്ദ കോലാഹലം, ദുആ. ദൈവത്തെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നും ദൈവം ഇപ്പം ആസ്പത്രിയിൽ നിന്ന് ഈ ഇതും വെച്ചിട്ട് ഇറങ്ങിയതാന്ന്. ചെവി കേൾക്കാത്തടത്തുനിന്ന് കേൾക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പം മാറിയതേ ഉള്ളൂ. ഒറ്റത്തിൽ പറഞ്ഞാലേ ദൈവത്തിന് കേൾക്കൂ. യാ അല്ലാഹ്, യാ അല്ലാഹ്. സത്യം പറഞ്ഞ പണ്ടാര പറഞ്ഞ പോലെ ദൈവം അവിടുന്ന് സ്ഥലം വിടും കേൾക്കുമ്പോൾ. അത്ര ഒച്ചത്തിൽ വിളിച്ച് കൂവിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഇല്ലേ? ഈ
പ്രാർത്ഥനയ്ക്ക് സമൂഹം കണ്ടിരിക്കുന്ന ചില പ്രത്യേക സമയങ്ങളുണ്ട്, ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ചില പ്രത്യേക വ്യക്തികളുണ്ട്. ഇല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങള്. പാതിരാ നേരത്തെ പടച്ചവൻ 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് കൈ നീട്ടി ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ തരാം എന്ന് പറയും എന്നാണ് ഈ ഭൂരിഭാഗം ജനങ്ങളും അതിന് ഇവർക്ക് തർക്കമില്ല കേട്ടോ. അതിന് തർക്കമൊന്നുമില്ല. തർക്കം ഏതിലാ? ഇതിൽ മാത്രമേ ഉള്ളൂ തർക്കം. ബാക്കി ഒന്നിലും തർക്കമില്ല അവർക്ക്. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയം. അപ്പൊ പാതിരാവിന് ഒരു പ്രത്യേകത പ്രാർത്ഥനയുടെ കാര്യത്തിൽ. സ്ഥലങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മക്കയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ, മിനായിൽ പ്രാർത്ഥിച്ചാൽ, അറഫയിൽ പ്രാർത്ഥിച്ചാൽ, പിന്നെയോ മദീനയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെറിയൊരു സംശയമുണ്ട് അവർക്ക്. മസ്ജിദുൽ അക്സായിൽ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, തേടിപ്പോകാവുന്ന 3 ഇടങ്ങളിൽ ഇതുണ്ട്. തേടിപ്പോകാവുന്ന 3 ഇടങ്ങളിൽ ഇതുണ്ട്. തേടിപ്പോകാവുന്ന 3 ഇടങ്ങളിൽ ഇത് ഉണ്ടാവണമെങ്കിൽ ആ 3 സ്ഥലത്തിന് പ്രത്യേകമായ ഒരു പുണ്യം, ഒരു പോരിശ, ഇതൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കണം. സമ്മതിച്ചുകൊണ്ടാണ് അവര് അത് പറയുന്നത്. തീരുന്നില്ല. ചില ആളുകൾ പ്രാർത്ഥിച്ചാലോ അതിന് പ്രത്യേകം. അതിന്റെ ഗുട്ടൻസ് എനിക്ക് എത്രയായിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങളുടെ നാട്ടിലെ ഒരു വലിയ അവർകൾ അദ്ദേഹം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പോലും. അപ്പോ എന്റെ ഒരു സുഹൃത്ത് ഒരു തവണ ഈ നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഏതായാലും ഈ വഴി പോകുന്നതല്ല, പോകുന്ന വഴിക്ക് കിട്ടുന്ന പുണ്യം കളയണ്ടെന്നും കരുതി അതിനകത്ത് കയറി. അങ്ങനെയാണ് മലയാളികൾ അധികവും പുണ്യങ്ങൾക്ക് വേണ്ടി പോവുക. പോകുന്ന വഴിക്ക് കാണുന്നിടത്തൊക്കെ കയറും, അല്ലേ? അങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് കയറി. എന്താ പ്രശ്നം സ്വാഭാവികമായിട്ട് സാമ്പത്തികം തന്നെ. സാമ്പത്തിക പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ആർക്കാന്നറിയോ? സമ്പത്തുള്ളവനാണ്. സമ്പത്തില്ലാത്തവന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവനുള്ളതും കൊണ്ട് അങ്ങ് കഞ്ഞിയും കുടിച്ച് സുഭിക്ഷമായി ജീവിച്ചു പോകും. സമ്പത്തുള്ളവനാണ്, എയർ കണ്ടീഷൻ കാറിൽ വരുന്നവനാണ് സാമ്പത്തിക പ്രശ്നം പറയുക. നടന്നു വരുന്നവന് ഇതൊന്നും പറയാനില്ല. നടന്നു വരുന്നവൻ കൂടിപ്പോയാൽ എന്താ പറയാ, വെയിലിന് ചൂട് കൂടുതലാ, അല്ലേ? കുട നേരെ തുറന്നില്ല, നനഞ്ഞുപോയി. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് സമ്പന്നനെയാണ്. ധനം കൊണ്ട് സമ്പന്നനാരാണോ അവനെയാണ് ധനം ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. ഈ മനുഷ്യനും എന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയാ. 1.5 കോടി രൂപ മുടക്കി പണിത വീടുണ്ട്, 50 സെന്റിലധികം സ്ഥലമുണ്ട്, സ്വന്തമായി കാറുണ്ട് 2 ഗൾഫിൽ കടയുണ്ട്, എന്നിട്ടും സാമ്പത്തിക പ്രശ്നം. അപ്പൊ ഈ ഖോജയുടെ അടുത്ത് പോയപ്പോ ഖോജ മന്ത്രിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് 1 രൂപ എടുത്തിട്ട് പുള്ളിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഈ പേഴ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, നിന്റെ പേഴ്സിൽ നിന്ന്, എന്നാ നിനക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ മനുഷ്യൻ തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തായി, നിന്റെ ദാരിദ്ര്യ പ്രശ്നം തീർന്നോ? ഓ, കാര്യം അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ പ്രശ്നം തീർന്നിരിക്കില്ല, അയാളുടെ പ്രശ്നം തീർന്നിരിക്കും. കാരണം അയാൾ നിനക്ക് 1 രൂപ തന്നപ്പോ നീ എത്ര അങ്ങോട്ട് കൊടുത്തു എന്ന് ചോദിച്ചു. അങ്ങോട്ട് കൊടുത്തത് 1000 ആണ്. ഈ ഒന്നിന്റെ ഫീസായിട്ട് അങ്ങോട്ട് കൊടുത്തത് 1000 ആണ്. ഇവൻ പറയാണ്, ഞാൻ ഈ വരാന്തയിൽ കാത്തിരിക്കുമ്പോ എന്നെ പോലത്തെ 10-100 പേരുണ്ട് ഇവിടെ കാത്തിരിക്കുന്ന ഈ 1000 കൊടുക്കാൻ, എന്നിട്ട് 1 രൂപ ഇങ്ങോട്ട് വാങ്ങാൻ. സത്യത്തിൽ ഈ പ്രാർത്ഥനകളെല്ലാം ഈ വിഡ്ഢിത്തമാണ്. സത്യത്തിൽ പ്രാർത്ഥനകളെ കുറിച്ച് വിലയിരുത്താൻ നല്ല ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരാറുണ്ട്. ഈയിടെ ഒരാൾ പറയാണ്, ചിലരെ പിരിവിനായിട്ട് പ്രത്യേകം ക്ഷണിച്ചു വരുത്തുന്ന ചിലരുണ്ട്, ഞങ്ങൾക്ക് അതിന് പ്രാവീണ്യം ഇല്ല കേട്ടോ. പിരിവ് നടത്താനായിട്ട് പ്രത്യേകം ക്ഷണിച്ചു വരുത്തുന്ന ചിലരുണ്ട്. സത്യമാണത്. അവിടെ കയറി നിന്നിട്ട് ഒരാപ്പിളിനെ ലേലം ചെയ്താൽ എത്ര കിട്ടുക? അതിന്റെ പൈസക്ക് ചിലപ്പോൾ ഒരു ആപ്പിൾ തോട്ടം വാങ്ങാം. ആ പൈസ കൊടുത്തിട്ട് ഒരു ആപ്പിൾ വാങ്ങുന്ന വിഡ്ഢിത്തം. എന്തിന്റെ പേരിൽ? പ്രാർത്ഥനയുടെ ഫലം കിട്ടുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ. എന്നാൽ ഈ പറയുന്ന ഒരു വ്യക്തിയും, ഈ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും അവരുടെ കുഞ്ഞിന് അസുഖം വന്ന പ്രാർത്ഥനയിൽ ഒതുക്കില്ല. അത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു തങ്ങള്. ആ തങ്ങളുടെ അടുത്ത് എല്ലാ രോഗവും കൊണ്ട് എല്ലാവരും പോവും.
അപ്പൊ ഞാൻ ഇതിന്റെ ഒക്കെ പുറകെ പോകും, ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി. ചിലപ്പോ ഒരു പ്രാവശ്യം ഒരാളുടെ കൂടെ പോയി നോക്കുമ്പോ ഇയാളില്ല, എവിടെ പോയി നിൽക്കും പറഞ്ഞ് മംഗളാറ് ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഞാൻ അലങ്കാരത്തിന് വേണ്ടി പറയില്ല, സത്യമാണ്. എന്റെ കൂടെ വന്ന ആൾക്ക് ആളെ അടക്കം മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ആരാണെന്ന്. സത്യമാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ അസുഖം വന്നു. ആ അസുഖം വന്നപ്പോ അദ്ദേഹം പോയത് മംഗലാപുരത്തുള്ള ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയാ. ഈ മനുഷ്യനെ കാത്തിരിക്കുകയാണ് രോഗവും കൊണ്ട് ഇവിടെ നൂറുകണക്കിന് ആൾക്കാര്. എന്താ കാര്യം? പ്രാർത്ഥന എന്ന് പറയുന്ന വ്യർത്ഥമായ കാര്യത്തിൽ ഈ വന്നവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കുന്ന ഈ തങ്ങൾക്ക് വിശ്വാസമില്ല. അയാൾക്കറിയാം എന്തെങ്കിലും നേടണമെങ്കിൽ അവിടെ പോകണം, അയാളങ്ങ് പോയി. നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് പറയുമ്പോൾ പലരും മനസ്സിൽ കരുതും ഖുർആനിനകത്ത് പ്രാർത്ഥനകളില്ലേ? ധാരാളം പ്രാർത്ഥനകൾ ഉണ്ടല്ലോ. ഉണ്ട്. ആ പ്രാർത്ഥനകളെ കുറിച്ച് അതിന്റെ അന്തസത്തയിലേക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് പര്യാലോചിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ശ്രമിക്കുമ്പം യാഥാർത്ഥ്യം തനിയെ ബോധ്യപ്പെടും. ഇത് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഖുർആനിനെ സംബന്ധിച്ച് എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ കോറി വെച്ച ഒരു വാചകമുണ്ട്. ഖുർആൻ തനതായി തന്നെ തന്നിലെ തന്നെ നിലനിൽക്കാൻ പര്യാപ്തമാണ്. ഖുർആൻ അതിന് ചാരി നിൽക്കാൻ ഒരു തൂണിന്റെ ആവശ്യമില്ല. അതിനാരെങ്കിലും പൊക്കിപ്പിടിച്ച് ഉയർത്തി നിർത്തേണ്ട കാര്യവുമില്ല. അത് തനിയെ തന്നെ ഉയർന്നു നിൽക്കാനും മാത്രം പര്യാപ്തമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അതിലേക്കൊന്ന് ഊളിയിട്ട് ഇറങ്ങിയാൽ മതി. പക്ഷേ നമുക്ക് എവിടെ അതിന് സമയം? നമ്മള് അപ്പുറത്ത് പല വിഭാഗങ്ങൾ, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന പല അവാന്തര വിഭാഗങ്ങൾക്കും പറ്റിയ ശോഷണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്. എന്താണ്? അതിൽ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രമാണത്തെക്കുറിച്ച് പഠിക്കാൻ, തത്വങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ലൗകികം ഭൗതികം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയ കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞുപോയി. സുന്നികളായാലും മുജാഹിദുകളായാലും ജമാഅത്തുകളായാലും ആരൊക്കെയായാലും മഹാഭൂരിഭാഗം ജനങ്ങളും ഗ്രന്ഥം പഠിക്കാൻ ശ്രമിക്കുന്നില്ല. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല. പകരം അവർ ചെയ്യുന്നത് എന്താണ്? അവരുടെ നിത്യഭോജനത്തിന് ആവശ്യമായ വിഭവങ്ങൾ സമാഹരിക്കാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഒരു ചെറിയ പങ്ക് ആ മൂപ്പർക്കും കൊടുക്കും. തലക്കെട്ടും കെട്ടി നടക്കുന്ന മൂപ്പർക്ക്. ആ മൂപ്പർ രാവിലെയും വൈകുന്നേരം പല്ല് തേച്ചുകൊണ്ട് കാലും തേച്ച് കഴുകി നടന്നാൽ മതി. അയാൾക്ക് ആവശ്യമായതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. പകരം അയാൾ ഇങ്ങോട്ട് എന്തെത്തിച്ചു തരണം? ഗ്രന്ഥത്തിന്റെ അന്തസത്ത അയാൾ നമുക്ക് പറഞ്ഞു തരണം. ഇതല്ലേ അവരൊക്കെ അധപ്പതിക്കാൻ കാരണം? ആണോ അല്ലയോ? ഒരു ആത്മചിന്തയ്ക്ക് നിങ്ങൾ തയ്യാറാവണം ഈ നിമിഷം. ആണെങ്കിൽ അതേ മാർഗത്തിലാണ് നമ്മൾ പോകുന്നത് എന്ന് ചിന്തിക്കണം, അല്ലേ? അതേ മാർഗത്തിൽ തന്നെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ സുന്നി പ്രസ്ഥാനം ജീർണിച്ചു പോകാൻ നൂറ്റാണ്ടുകൾ എടുത്തെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ജീർണിച്ചു പോകാൻ ദശാബ്ദങ്ങളെ എടുത്തിട്ടുള്ളൂ. നമ്മുടെ കൺമുന്നിലുള്ള സത്യമാണത്, അല്ലേ? സുന്നി പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ജീർണിതാവസ്ഥയിലേക്ക് നൂറ്റാണ്ട് കൊണ്ടാണ് എത്തിച്ചേർന്നതെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനവും ജമാഅത്ത് പ്രസ്ഥാനവും ജിന്നുകളുടെ പുറകെ പോകുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഒരു ദശാബ്ദം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ കാരണം? വളരെ വേഗത്തിലാണ് ഈ പ്രമാണത്തെ കൈവിട്ടുകൊണ്ടിരിക്കുന്നത് സമൂഹം. ആരെങ്കിലും ഒരാളെ നേതാവാക്കി വെക്കുക, ആ നേതാവ് പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുക എന്ന അവസ്ഥയിലേക്ക് ഉറുമ്പുകളെ പോലെ മാറിപ്പോകുമ്പോ പിന്നെ മുമ്പിലിരിക്കുന്ന മുന്നേ പോകുന്ന ഉറുമ്പിനെ തെറ്റിലേക്ക് നയിക്കാൻ എളുപ്പമാണ്. ആ ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും പതുക്കെ വഴുതി വീണ് പോകുന്നുണ്ട് എന്നതാണ് സത്യം. പതുക്കെ എന്നത് തിരുത്തണം. വളരെ വേഗത്തിൽ എന്ന് മാറ്റി പറയണം. പതുക്കെ എന്ന് നമുക്ക് തോന്നുന്നതാണ്, പക്ഷേ ഒരു കാലചക്രത്തിന്റെ വേഗം കണക്കിലെടുത്താൽ അത് പതുക്കെയല്ല, വളരെ വേഗത്തിൽ ആ വഴിക്ക് വഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ നേതാവ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന മാനസികാവസ്ഥ ഒരാൾക്കും ഭൂഷണമല്ല. പകരം
എന്റെ നേതാവാരായിരിക്കണം? ദൈവിക വ്യവസ്ഥിതിയായിരിക്കണം. ദൈവിക വ്യവസ്ഥിതി മാത്രമായിരിക്കണം. അതിലേക്ക് ഊളിയിട്ടിറങ്ങാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാളെ നമ്മുടേതല്ല എന്ന് ഉറപ്പിച്ചു പറയാം. യൗമുൽ ആഖിറം എന്ന് പറയുന്നത് നാളെയാണ്. ആ നാളെ നമ്മുടേതല്ല എന്ന് തറപ്പിച്ച് പറയാം. ആ ഖുർആനിനകത്തേക്ക് ഊളിയിട്ടിറങ്ങാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, അങ്ങനെ ഊളിയിട്ടിറങ്ങുമ്പോഴാണ് നമുക്ക് ഈ പ്രാർത്ഥനയുടെ സത്യാവസ്ഥ തിരിച്ചു കിട്ടുക, വ്യക്തമായി മനസ്സിലാക്കുക. ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥന മലയാളികൾക്കിടയിൽ, ഭൂലോകം മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ലേ, എല്ലാ പ്രാർത്ഥനയും അവസാനിപ്പിക്കുക മിക്കവാറും ഈ വാചകം കൊണ്ടായിരിക്കും ഇല്ലേ. ദൗർഭാഗ്യവശാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം അറിയാവുന്നവർ വളരെ ചുരുക്കേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ, ശരിയല്ലേ? അപ്പം ദൈവം പറയുന്നത് ജനങ്ങൾക്കിടയിലുണ്ട് ഇങ്ങനെ പറയുന്നവർ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദൈവം അത് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് പറയേണ്ടതല്ലേ? ന്യായമായ ഒരു ചോദ്യമല്ലേ ഇത്? അത് പറയേണ്ടതല്ലേ? അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പറഞ്ഞാൽ എന്താണ് ഫലം, പറയേണ്ടത് എങ്ങനെ, ഈ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി ഖുർആനിനെ കുറിച്ച്, ഖുർആൻ പറയുക എന്ന് പറഞ്ഞാൽ എല്ലാ പറച്ചലും നാവുകൊണ്ടുള്ള പറച്ചലാണോ എന്ന് ചിന്തിക്കണം. ആദ്യമായിട്ട് നാവുകൊണ്ടുള്ള പറച്ചലാണോ എല്ലാ പറച്ചലും? വൈദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു കുൻ ഫയകൂൻ അല്ലേ? അങ്ങനെയല്ല ദൈവം പറഞ്ഞ. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ, പരമ്പരാഗതമായ അർത്ഥം തന്നെ എടുത്താൽ, ആ സാധനത്തോട് എന്താ പറഞ്ഞത്? വൈദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് ദൈവം പറയും കുൻ. അപ്പൊ ദൈവം വായ കൊണ്ട് പറയുന്നതാണോ അത്? ആണോ? അഥവാ വായ കൊണ്ട് പറയുന്നതാണെന്ന് കരുതിയെങ്കിൽ തന്നെ ലഹു എന്ന് ദൈവം പറഞ്ഞു. ലഹു എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അതിനോട് പറയണമെങ്കിൽ അതുണ്ടാവണ്ടേ? ഇപ്പൊ അതുണ്ടോ? എന്താ പറയുന്നത്? കുൻ, നീ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ ആരോടാ പറയുന്നത്? ഇല്ലാത്തതിനോടാണ് പറയുന്നത്. ആ ഒറ്റ വാചകത്തെ നിങ്ങൾ വിലയിരുത്തി നോക്കിയാൽ മനസ്സിലാകും, നാവ് കൊണ്ടുള്ള പറച്ചിൽ, ശബ്ദമുയർത്തിയുള്ള പറച്ചിലല്ല ഖുർആൻ പറയുന്ന എല്ലാ പറച്ചിലും. അവിടെ ദൈവം ആരോടായി പറയേണ്ടത്? നീ ഉണ്ടാവണം. ആരോടാ പറയേണ്ടത്? വ്യക്തമായി മനസ്സിലാക്കാം. മനസ്സ് കൊണ്ടുള്ള ഉദ്ദേശത്തെ ആണ് ദൈവം യഖൂലു ഖാല എന്ന വാക്കുകൊണ്ട് പലപ്പോഴും ഖുർആനിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. മനസ്സുകൊണ്ടുള്ള ഉദ്ദേശം. ഇവിടെ തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ഈ വാക്ക് പള്ളികളിൽ സാധാരണ മുഴങ്ങി കേൾക്കാറുണ്ട്. പല വേദികളിലും ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, പറയുന്ന ആൾക്കാരിൽ മഹാഭൂരിഭാഗവും അർത്ഥം അറിയുന്നവരാണെങ്കിൽ കൂടി അത് മനസ്സിനകത്ത് ഉദ്ദേശിക്കാതെയാണ് പറയുക പലപ്പോഴും. അതിന്റെ അർത്ഥം മനസ്സിനകത്ത് പ്രതിധ്വനിപ്പിക്കാതെ, പ്രതിഫലിപ്പിക്കാതെയാണ് പറയുക. വെറും നാവ് കൊണ്ടാണ് പറയുക. ഒരുതരം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, യാന്ത്രികമായിട്ടുള്ള ഉച്ചരിക്കൽ. ഇതിന് ആമീൻ ഏറ്റുപറയുന്നവരെന്താ? അവരുടെ അവസ്ഥയും അതുപോലെ തന്നെ യാന്ത്രികമായ ഒരു ഏറ്റുപറച്ചൽ. ഇതൊരു പ്രാർത്ഥനയല്ല ഇന്ന് ഇപ്പൊ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതൊരു പ്രാർത്ഥനയല്ല എന്ന് എല്ലാവരും ഇപ്പൊ അംഗീകരിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടത് പ്രാർത്ഥന ആവുന്നില്ല? അവര് നാവുകൊണ്ട് പറഞ്ഞില്ലേ, പിന്നെന്താ അത് പ്രാർത്ഥനയാവാത്തത്? അത് പ്രാർത്ഥനയാവാതിരിക്കാൻ ഒരേ ഒരു കാരണം, അവരുടെ മനസ്സിന്റെ ഉള്ള് അത് അർത്ഥിച്ചിട്ടില്ല. പഴമക്കാര് സാധാരണ പറയും മനസ്സിന്റെ തേട്ടം എന്ന് പറയാറില്ലേ? എന്താ മനസ്സിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ? മനസ്സിന്റെ ഉള്ളിൽ ഒരു അടക്കാനാവാത്ത ആഗ്രഹം,
ഒരു കാര്യത്തോടുണ്ടായാൽ അതിനെ നമ്മൾ മനസ്സിന്റെ തേട്ടം എന്ന് പറയാം. മനസ്സ് തേടുന്നത്, അതാണ് മനസ്സിന്റെ തേട്ടം, അല്ലേ? നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പലതും നമ്മുടെ മനസ്സിന്റെ തേട്ടമല്ല. അസ്സലാമു അലൈക്കും പോട്ടെ, കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് സലാമുൻ അലൈക്കും കാണുമ്പോൾ പറയാറില്ലേ? എന്താ ഉദ്ദേശം? എന്താ ഉദ്ദേശം? നിനക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നല്ലേ? അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ആരെങ്കിലും ഇത് പറയാറുണ്ടോ? ഉദ്ദേശിക്കാറില്ല മനസ്സിനകത്ത് പലപ്പോഴും. ഇതൊരു ഒരു റിച്വലായി മാറുകയാണ്, ഒരു അനുഷ്ഠാനമായി മാറുകയാണ് പ്രാർത്ഥനകൾ. പ്രാർത്ഥന എന്ന വാക്ക് ഒന്നും കൂടി നമ്മൾ ആഴത്തിൽ അവസാനത്തിൽ വിശകലനം ചെയ്യാം. മലയാളത്തിലെ പ്രാർത്ഥന എന്ന വാക്ക് അതാണോ ദുആ? കാരണം ഖുർആനിലെ ദുആ എന്ന വാക്ക് ഉപയോഗിച്ചതിന് ബദലായിട്ടല്ല മലയാളത്തിൽ പ്രാർത്ഥന എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെ തന്നെ വമിനന്നാസി മൻ യഖൂലൂന മൻ യദൂന എന്നല്ല ദൈവം പറഞ്ഞത്, മൻ യഖൂലൂന, അവർ പറയുന്നു എന്ന് പറഞ്ഞെടുത്താണ് പകരം മലയാളത്തിൽ പ്രാർത്ഥന എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. എന്നിട്ട് അതിന്റെ അറബിയായിട്ട് ഒരു തെറ്റായ ട്രാൻസ്ലേഷൻ, യഖൂലൂന എന്ന് പറഞ്ഞതിനെ മലയാളത്തിൽ പറയുന്നു എന്ന് പറയുക, എന്നിട്ട് വീണ്ടും അറബിയിലേക്ക് പോകുമ്പോൾ ദുആ ചെയ്യുന്നു എന്നാക്കി. ദുആ എന്ന വാക്കിനെ ഒരു എന്താ പറയാ, ഒരു ടെക്നിക്കൽ ടേം ആക്കി മാറ്റുകയാണ്. ഇസ്ലാം എന്ന വ്യവസ്ഥിതിക്കകത്ത് സാങ്കേതികമായ ഒരു പദമാക്കി മാറ്റുകയാണ് ദുആ. കാരണം ഒരു മുസ്ലിം ഒന്ന് ദുആ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവണം. അറബിയിലെ ദുആ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്, പക്ഷെ ആ അർത്ഥം മനുഷ്യൻ ഉദ്ദേശിക്കാൻ പാടില്ല. പകരം ഇവർ ഈ ദുആ എന്ന വാക്കിനെ ടെക്നിക്കൽ വേർഡാണെന്ന പേരിൽ, സാങ്കേതിക പദമാണെന്ന പേരിൽ അതിന് കുറെ അർത്ഥങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ അർത്ഥം മാത്രമേ ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ദുആ എന്ന് പറഞ്ഞാൽ വരാൻ പാടുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദുആ എന്ന് പറയുമ്പം ഇന്നും നമ്മുടെ മനസ്സിൽ പോലും വരുന്നത് ഈ ദുആ അല്ലേ? യഥാർത്ഥത്തിൽ അറബിയിലെ ദുആ എന്ന വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. ഉണ്ടോ? വിളിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. സാമാന്യമായ ക്ഷണം, ആ ക്ഷണം എന്ന അർത്ഥത്തിലാണ് ദാ എന്ന വാക്ക് ഉപയോഗിക്കുക. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് വമിനന്നാസി മൻ യദൂ എന്നല്ല, മൻ യഖൂലു എന്നാണ്. ആ ഇങ്ങനെ പറയുന്നവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. അതിനെ മനസ്സുകൊണ്ടുള്ള ഒരു തേട്ടമാക്കി മാറ്റാൻ, ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ വേണ്ടി കളിച്ച ഒരു കളിയാണ് അതിനെ പ്രാർത്ഥനയും. അതായത് അറബിയിൽ നിന്ന് തന്നെ അറബിയിലേക്ക് ഒരു ട്രാൻസ്ലേഷൻ. നിങ്ങൾ നോക്കണം, ഖുർആനിന്റെ തർജ്ജമ എഴുതിയെടുത്തൊക്കെ ഇതിനൊരു അർത്ഥം കൊടുത്തിരിക്കും. ദുആ ചെയ്യുന്നവരുണ്ട്, ദുആ ചെയ്യുന്ന, ആ ദുആ എന്നുള്ള വാക്ക് ആഴത്തിലില്ല. ദുആ എന്നത് അറബി വാക്കാണ്. ആ വാക്ക് ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല, ദൈവം പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ചിന്തിക്കണ്ടേ, എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? കാരണം താല എന്ന വാക്കിന്റെ അർത്ഥം പറയുക എന്നാണ്. യഥാർത്ഥത്തിൽ പറയുക എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയ വിനിമയത്തിനുള്ള ഒരു വാക്കിയാണ് പറയുക. യഥാർത്ഥത്തിൽ ആശയവിനിമയങ്ങൾ നടക്കുന്നത് വെറും നാവിന്റെ ചലനം കൊണ്ടല്ല. ആശയവിനിമയം നടക്കുന്നത്. സാധാരണ കമ്മ്യൂണിക്കേഷന്റെ സയൻസ് തന്നെ പറയുന്നത് 7% മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. 38% ഈസ് ടൊണാലിറ്റി ഓഫ് ദ വേർഡ്സ്. നമ്മൾ പറയുന്ന ശബ്ദത്തിന്റെ ടോൺ ഉണ്ടല്ലോ, ആ ടോണിനനുസരിച്ചിട്ടാണ് മനസ്സിലാവുക. ഒരച്ഛൻ മകന് 30-35 വയസ്സായിട്ടും കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല. മകൻ ചെറുതായിട്ട് സമരം പ്രഖ്യാപിച്ചു, വീട്ടില് കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടാക്കിയില്ല, കണ്ട പോലെ നടിച്ചില്ല. സമരം തോൽപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താ? അതിനെ അവഗണിക്കുക. മറുപടി പറയാൻ നിന്നാൽ സമരം ചെയ്യുന്ന ആള് ജയിച്ചു. ഇത് പറയാൻ നിന്നില്ല. കുറെ കഴിഞ്ഞപ്പോ മകൻ പറഞ്ഞു അച്ഛനോട്, അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഈ കല്യാണം കഴിക്കുക, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. ഇവനറിയാൻ ഞാൻ കല്യാണം കഴിച്ച അച്ഛന്റെ സ്വത്ത് കിട്ടൂല. ചെറുപ്പക്കാരെല്ലാം മനസ്സിലായിക്കോളൂ, അച്ഛൻ പിടിക്കൽ അതിലാണ്. ഈ സമുദായത്തിലെ തിന്മകളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവരെ പിടിക്കൽ എന്ത് പറഞ്ഞിട്ടാ? ഖബറും കല്യാണവും കാണിച്ചിട്ടാ പേടിപ്പിക്കുക, അല്ലേ?
നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് ഞങ്ങള് കബറടക്കൂല. എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഉടനെ തിരിച്ചു പറഞ്ഞു, വേണം കിടക്കിക്കോ, എനിക്ക് നാറൂല. എന്റെ ശവം ചീഞ്ഞാൽ ആർക്കാ നാറുക? ജീവിച്ചിരിക്കുന്നവർക്ക് നാറുള്ളൂ. വേണമെങ്കിൽ അടക്കിക്കോ, നിങ്ങൾക്ക് നാറുണ്ടെങ്കിൽ എനിക്കെന്താ പ്രശ്നം? പക്ഷെ അത് കാണിച്ചിട്ടാണ് നമ്മളെ പേടിപ്പിക്കുക. അതുപോലെ ഈ അച്ഛനും ഇവനും മനസ്സിലായി സ്വത്ത് കിട്ടൂല എന്ന്. അപ്പൊ ഇവനെന്ത് ചെയ്തു? കോടതിയിൽ കേസ് കൊടുത്തു. എനിക്ക് പ്രായപൂർത്തിയായി, എനിക്ക് ഇത്രയും വയസ്സായി, എനിക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്, അച്ഛൻ അത് അനുവദിച്ചു തരുന്നില്ല. ഉടനെ കോടതി ഇവരെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താ മകന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തത്? അച്ഛൻ കോടതിയെ കാണുമ്പോൾ പേടിച്ചുപോയി. അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കല്യാണം കഴിപ്പിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ നീ കല്യാണം കഴിക്കാൻ ഞാൻ കാണട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛ ഞാൻ പറഞ്ഞത് നീ ഒരു കല്യാണം കഴിക്കുക ഞാൻ കാണട്ടെ എന്നാണ്. ആദ്യം പറഞ്ഞത് എന്താ? ഇതേ വാക്കാണ് ആദ്യവും പറഞ്ഞത്, നീ കല്യാണം കഴിക്കുന്ന ഞാൻ കാണട്ടെ. ഇപ്പോഴെന്താ പറഞ്ഞത്? നീ എന്നാ ഒരു കല്യാണം കഴിക്കാൻ ഞാൻ കാണട്ടെ. എന്താ മാറിയത്? വാക്കുകൾ എന്തെങ്കിലും മാറിയോ? ആ ടോണാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? 38% കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ടോണാണ്. ബാക്കി 55% ബോഡി ലാംഗ്വേജ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഒരു വാക്ക് പോലെ ഉച്ചരിക്കേണ്ട, വെറുതെ നിന്നാ മതി. വെറുതെ നിന്നാൽ തന്നെ ഞാൻ സങ്കടത്തിലാണോ, സന്തോഷത്തിലാണോ, ദേഷ്യത്തിലാണോ? ആ ദേഷ്യപ്പെടുന്നവൻ പറഞ്ഞിട്ടാ നമുക്ക് മനസ്സിലാവുക ആണോ? ചില മക്കൾ ഉപ്പാന്റെ മുഖത്ത് വേലിക്കൽ നിന്നിട്ട് നോക്കും, ഇപ്പൊ ശരിയല്ല എന്നും പറഞ്ഞ് പുറകിലേ പോവും. ഉപ്പ പറഞ്ഞോ ഞാൻ ശരിയല്ല, ഞാൻ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞോ? ഇല്ല. 55% അദ്ദേഹത്തിന്റെ ബോഡിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ഇവിടെ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരിക്കലും വാക്കുകളല്ല. പിന്നെന്താ? ചിന്തകളാണ്. ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിന്തകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അണുക്കിട മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അത് വാക്കുകൾക്കല്ല, ചിന്തകൾക്ക് മാത്രമേ കഴിയൂ മാറ്റം വരുത്താൻ. വാക്കുകൾ കൊണ്ട് ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഉണ്ടാവണമെങ്കിൽ ചിന്തയിൽ ഉണ്ടാവണം. അത് ചിന്തയിൽ എപ്പോഴെങ്കിലും മിന്നിമറഞ്ഞാലും പോരാ, അവിടെ അങ്ങ് സ്ഥായിയായി ഉറഞ്ഞിരിക്കണം ചിന്തക്കകത്ത്. അതിനെയാണ് യഥാർത്ഥത്തിൽ പഴയ ആൾക്കാർ മനസ്സിന്റെ തേട്ടം എന്ന് പറയുക. പുതു തലമുറ അതിനെ പാഷൻ എന്ന് പറയും. പാഷൻ, എ ബേണിംഗ് ഡിസയർ. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാർത്ഥന എന്ന മലയാള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അർത്ഥിക്കുക, നിരന്തരം മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അർത്ഥിക്കുക, ആവശ്യപ്പെടുക. ആവശ്യപ്പെടണമെങ്കിൽ അത് ഉള്ളിൽ നിന്നുണ്ടാവണം. ഒരു ഉൾവിളി എന്നൊക്കെ പറയാറില്ലേ? അതാണ് യഥാർത്ഥ പ്രാർത്ഥന. സത്യത്തിൽ അതിന് വാക്കുകളുടെ ആവശ്യമേ ഇല്ല. വാക്കുകളുടെ ഒരാവശ്യവും ഇല്ല അതിന്. പരമ പട്ടിണിയിലിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തെങ്കിലും മാർഗത്തിലൂടെ ഒരു നേരത്തെ ഭക്ഷണം കണ്ടെത്താൻ ശ്രമിച്ചിരിക്കും, ഇല്ലേ? എന്തുകൊണ്ട് അതിന് അയാൾക്ക് കഴിയുന്നു? അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ശബ്ദമില്ലാത്ത ഒരു പ്രാർത്ഥന, നിശബ്ദമായ ഒരു അർത്ഥന. അതാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വ്യത്യസ്തമാണ്. ഏറ്റവും പുതിയ ഉദാഹരണം, ഒരുപക്ഷെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫലസ്തീനിന്റെ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന. പക്ഷെ അതിന്റെ പേരിൽ ഇന്ന് നടക്കുന്ന ഒരു പ്രാർത്ഥനയും ഉത്തരം കിട്ടാതെ പോകുന്നത് എല്ലാ പുണ്യങ്ങളുടെയും കേദാരമായ മക്കയിലെ ഹറമിൽ നിന്ന് അതിന്റെ ഏറ്റവും പുണ്യവാനായ മനുഷ്യൻ നേതൃത്വം കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ടും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് ആ ഗ്രൗണ്ടിൽ നിന്നും അതോടൊപ്പം ഭൂലോകമാകുന്ന വലിയ മൈതാനത്ത് നിന്നും എല്ലാവരും പറഞ്ഞിട്ടും അതിന്റെ കൂടെ ഏറ്റുചൊല്ലിയിട്ടും ഉത്തരം കിട്ടാതെ പോയതെന്തേ? സംതിങ് ഈസ് മിസ്സിങ്. എന്തോ ഒന്നിന്റെ കുറവുണ്ട് അതിന്. ആ എന്തോ ഒന്ന്, അതാണ് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. അതാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്. എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഈ റമദാൻ സംസ്കരണത്തിന്റെ മാസമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനകളും പുണ്യം വാരിക്കൂട്ടലും ഇങ്ങനെ കൊണ്ടാടുമ്പോഴും ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന പല പല സംഭവങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ നിങ്ങളുടെ നാട്ടിനടുത്തൊരു സ്ഥലത്ത് ഒരു ഭർത്താവ്, ഒരു മുസ്ലിം ഭർത്താവ്, നല്ല താടിയൊക്കെയുള്ള നല്ലൊരു ഭർത്താവ് സ്വന്തം ഭാര്യയെയും 2 കുട്ടികളെയും വെള്ളത്തിൽ തള്ളിയിട്ടു. എന്നിട്ട് അദ്ദേഹം തന്നെ പോലീസിനോട് സമ്മതിച്ച ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈ കുട്ടി വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ശ്വാസം മുട്ടി മേലോട്ട് ഉയർന്നു വരാൻ ശ്രമിക്കുമ്പം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടി ഞാൻ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചു എന്നാണ്. ഒരു പിതാവ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി, ഈ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടി, എന്നിട്ട് ഈ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ പറഞ്ഞ എനിക്ക് നോമ്പുണ്ട്. പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇത് നടന്ന സംഭവമാണിത്. ഞാൻ ഇവിടെ ഒന്നും കഥകൾ പറയുന്നില്ല, ഇതൊക്കെ സത്യങ്ങളാണ്. ഈ നോമ്പ് ആ മനുഷ്യന് ജീർണതയാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, സംസ്കരണമാണോ? ജീർണതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? എന്ത് നേടി ഈ പ്രാർത്ഥന കൊണ്ട്, എന്ത് നേടി ഈ പുണ്യം വാരിക്കൂട്ടൽ കൊണ്ട് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഖുർആൻ ഫാത്തിഹയിലൂടെ മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലേ? ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിച്ചതിന്റെ പേരിലാണോ ഖുർആൻ തിരിച്ചു കിട്ടിയത് എന്ന് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ട്, ഇല്ലേ? ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനത്തെ സംശയമൊന്നും വേണ്ട. ഒരു ചോദ്യം കൊണ്ടല്ല, മറിച്ച് ആ പ്രയോഗത്തിലൂടെ ദൈവം നമുക്കൊരു തത്വം പഠിപ്പിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കണം. എന്താ തത്വം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഒരു വലിയ, അതിനകത്ത് പ്രതിജ്ഞയുണ്ട്, അതിനകത്ത് സത്യം വിളിച്ചു പറയലുണ്ട്, അതിനകത്ത് മനസ്സിന്റെ, ഞാനിപ്പോ പറഞ്ഞ അതിയായ ആഗ്രഹമുണ്ടല്ലോ മനസ്സിനകത്ത്, മനസ്സിന്റെ തേട്ടം, ആ തേട്ടം എന്തായിരിക്കണമെന്ന് ദൈവം ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇതായിരിക്കണം നിന്റെ മനസ്സിന്റെ തേട്ടം. നിന്റെ മനസ്സ് അടിയുറച്ച് ആഗ്രഹിക്കുന്നത്, ഒരു നിമിഷം പോലും കളയാതെ നിന്റെ മനസ്സ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഒരു നേരായ മാർഗത്തിന് വേണ്ടിയാണ്. അല്ലാതെ കൈ രണ്ടും മേലോട്ട് ഉയർത്തി അങ്ങനെ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒരുമിച്ച് കൂടി ദൈവത്തോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നും പറഞ്ഞാൽ ഒരു ഗ്രന്ഥം ദൈവം ഇറക്കി തരുമൊന്നുമില്ല. എന്നിട്ട് അതേ പ്രാർത്ഥന ഈ ഗ്രന്ഥത്തിൽ തന്നെ ദൈവം ഉൾപ്പെടുത്തുക. എന്നിട്ട് വലിയ ചർച്ച എന്താണെന്നറിയോ? ഫാത്തിഹ ഖുർആന് അകത്താണോ പുറത്താണോ? പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയാണ്. ഫാത്തിഹ ഖുർആന് അകത്താണോ പുറത്താണോ? ചിരി വരും സത്യത്തിൽ. കാരണം എന്താണെന്നറിയോ? മുജാഹിദുകൾ സുന്നികളെ കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? ഉള്ളം കൈയിൽ മുളച്ചു പൊന്തിയ രോമം 2 മീറ്റർ വളർന്നാൽ ഇത് എങ്ങനെ വൃത്തിയാക്കണമെന്ന് ചർച്ച ചെയ്യുന്ന ഒരു വൃഥാ ചർച്ച. ഇതിനെ അവര് കളിയാക്കുക. എന്നിട്ട് ഇവര് ചർച്ച ചെയ്യുന്നെന്താ? ഇതാണ് ഇവര് ചർച്ച ചെയ്യുന്ന ഇതാണ്. ഇപ്പൊ അതും കൂടി കിടന്ന് കുറെ അങ്ങോട്ട് പോയി. ഒറ്റക്കായാലും ജിന്നിനെ വിളിക്കാവോ പാടില്ലേ? അവിടത്തേക്ക് എത്തി ഇപ്പൊ ചർച്ച. വഴിപിഴവുകൾക്ക് എപ്പോഴും അതിന്റെ പരിണതി അങ്ങനെയാണ്, പിഴച്ചങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ദൈവം തന്നെ പറഞ്ഞു അത് എനിക്ക് ഞാൻ എളുപ്പമാക്കി തരും. കാരണം മനസ്സിന്റെ ഈ തേട്ടം മാറിപ്പോയി. നേരായ മാർഗം തേടുന്നതിന് പകരം മറ്റൊന്നാണ് തേടുന്നതെങ്കിൽ എന്താണോ നീ തേടുന്നത് അത് കിട്ടിയിരിക്കും, അത് കിട്ടിയിരിക്കും. ഞാൻ പണ്ട് ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് മലയാളത്തില്. അതിൽ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഇയാൾക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ? ചാവുക. വേറൊരു മാർഗവുമില്ല. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ മനസ്സിന്റെ ഉള്ളിൽ തീരുമാനിച്ചാൽ ഈ മറ്റേയാൾക്ക് ചാവുകയല്ലാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ തീരുമാനം എങ്ങനെയായിരിക്കണം? ദൈവം ഇപ്പം പഠിപ്പിക്കുന്ന, നമ്മൾ പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ചിട്ട് നമ്മൾ മതിയാക്കുന്നത് പോലുള്ള ഒരു തീരുമാനമായിരിക്കണം. നമ്മൾ പ്രാർത്ഥന എന്നതിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് മനസ്സിന്റെ ഉള്ളിൽ
സ്ത്രീകൾ പറയാറില്ല അടുക്കി പിടിക്കാൻ. അതുപോലെ മനസ്സിന്റെ അടിയിൽ പിടിച്ചു പോകേണ്ട ഒരു തീരുമാനമായിരിക്കണം. ഇതില്ലാതെ, ഇത് നേടാതെ എനിക്ക് മുമ്പോട്ടൊരു സഞ്ചാരമില്ല, ഒരു ചലനമില്ല എന്ന് തീരുമാനിക്കുന്നിടത്തോളം അടിയുറച്ച ഒരു തേട്ടം, ആ തേട്ടം മനസ്സിനകത്തുണ്ടായാൽ അതിന്റെ ഉത്തരം കിട്ടിയിരിക്കും. ദൈവം നമ്മളെ ആദ്യം ഒരു തേട്ടമാണ് പഠിപ്പിച്ചത്. ദൈവം തന്നെയാണ് പഠിപ്പിച്ചത്. ഫാത്തിഹ ദൈവം തന്നെയാണ് തന്നത്. ഖുർആനിനകത്തുള്ളത് തന്നെയാണ്, അത് പുറത്തുള്ളതല്ല. ചർച്ചയെ വേണ്ട. ദൈവമാണ് നമ്മളെ പഠിപ്പിക്കുക. എന്നാ മുസ്തഖീം, ഒരു നേരായ മാർഗം ഞങ്ങൾക്ക് കിട്ടണമേ, ലഭിക്കണമേ, തരയണമേ എന്ന് നിന്റെ മനസ്സ് തേടിക്കൊണ്ടിരിക്കണം. മനസ്സിന്റെ തേട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? വാക്കുകൾ കൊണ്ടുള്ള തേട്ടം പോലെയാവില്ല. പണ്ടൊരു നമ്പൂതിരി രാജാവിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, രാജാവേ തമ്പുരാനെ ആ ആനയെ കൊടുക്കണോന്ന് ചോദിച്ചു. അപ്പൊ ആ തമ്പുരാൻ ചോദിച്ചു, എന്ത് വില വരും? നമ്പൂരി പറഞ്ഞു, അല്ല വെറുതെ കൊടുക്കണമെന്നാണ് ഞാൻ ചോദിച്ചത്. തമ്പുരാൻ ചോദിച്ചു, ശുംഭ നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പൊ നമ്പൂരി പറഞ്ഞു, പോയ ഒരു വാക്ക് കിട്ടിയാലൊരു ആന. ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. കിട്ടിയാലായി, ഇല്ലേ? പോകുന്ന വഴിക്ക് ഒരു തങ്ങള് ജോറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നാ പിന്നെ ഒരു ആമീൻ കിട്ടിയെങ്കിൽ അങ്ങ് പോകണ്ടല്ലോ, അല്ലേ? നമ്മുടെ നസറുദ്ദീൻ ഖോജയുടെ കഥ പറഞ്ഞ പോലെ, നസറുദ്ദീൻ ഖോജയെ കുറെ കുട്ടികൾ കൂടി കല്ലെടുത്തെറിഞ്ഞപ്പോ ഈ കുട്ടികളെ ഒഴിവാക്കാൻ ഒരു മാർഗവും കാണാതെ നസറുദ്ദീൻ ഖോജ പറഞ്ഞു, രാജാവ് എല്ലാവർക്കും വിഭവസമൃദ്ധമായ ചോറ് കൊടുക്കുന്നുണ്ടെന്ന്. കുട്ടികളൊക്കെ ഓടുമ്പോ പുറകെ നസറുദ്ദീൻ ഓടി. കാരണം ഇയാൾക്കൊരു സംശയം, ചിലപ്പോ കൊടുക്കുന്നുണ്ടാവുമോ, കിട്ടിയെങ്കിലോ. നമ്മളൊക്കെ ഇതിനെ എതിർക്കുമ്പോഴും അറിയാതെ ആമീൻ പറഞ്ഞു പോവാ. കിട്ടിയെങ്കിലായി. എന്തിനാ അത് കളയുന്നത്? സാധാരണ തങ്ങന്മാര് പ്രാർത്ഥിക്കുന്നിടത്ത് വന്നിട്ട് എന്താ പറയാ, ഗുരുവായൂർ പോയ ആളും ചിലപ്പം കൂടെ നിന്ന് പ്രാർത്ഥിക്കും. കാരണം അവർക്കൊരു സംശയം, അതിലാണോ ഇതിലാണോ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ നാട്ടിനടുത്ത് ഫറൂഖ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു തവണ ഞങ്ങള് കുടുംബത്തോടെ ഒരു വിസിറ്റ് നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ വേണ്ടി അവിടുന്ന് ഇറങ്ങി. ഇപ്പോഴൊന്ന് 10 വർഷം മുമ്പാ. ജുമാ നിസ്കരിക്കാൻ വേണ്ടി പുറത്തിറക്ക് കാറിൽ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു തന്ന വഴിയിലൂടെ പോവുക. ഞങ്ങളിങ്ങനെ നോക്കുകയാണ്. ജുമാ നിസ്കരിക്കാൻ പള്ളിയുടെ പ്രത്യേകത, പുറത്ത് ചെരുപ്പുകൾ ഇഷ്ടം പോലെ കാണും. ഇപ്പൊ പള്ളിയാണെന്ന് ഉറപ്പിക്കാം. കുറെ ചെരുപ്പുകളുടെ ഒരിടത്ത് ഞാൻ കാർ നിർത്തി ഇറങ്ങി നോക്കുമ്പോ ഒരു അമ്പലത്തിൽ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ നിരന്നിരിക്കുക. ഇപ്പോഴും പോയി നോക്കാം നിങ്ങൾക്ക്. ദൂരെ എവിടെയല്ല, നിങ്ങളുടെ നാട്ടില. ഞാൻ അതിൽ സ്ത്രീയോട് സംസാരിച്ചു. അപ്പൊ അവരുടെ ഉള്ളിൽ തോന്നുന്നത് എന്താ അറിയോ? ചിലപ്പോ പള്ളിയിൽ നിന്ന് കിട്ടാത്ത വീടിന് കിട്ടിയാലോ, മകന്റെ രോഗത്തിനുള്ള ശമനം ഒരുപക്ഷെ ഈ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയാലോ. മനുഷ്യന്റെ മനസ്സിനെ ചഞ്ചലമാക്കി കളയുന്ന ഒരു ചിന്തയാണ് പ്രാർത്ഥന കൊണ്ട്, വെറും വചനപരമായ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ നേടിക്കളയാമെന്നൊരു ചിന്ത. എന്നാൽ ദൈവം പഠിപ്പിക്കുന്നത് അതല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ നിന്റെ ഹൃദയം കൊണ്ട് എല്ലാ തെറ്റായ മാർഗങ്ങളെയും തട്ടിമാറ്റി ശരിയായ മാർഗം തേടിക്കൊണ്ടിരിക്കണം എല്ലാ നേരത്തും. അപ്പൊ നിനക്കെന്ത് കിട്ടും? ശരിയായ മാർഗം കിട്ടും. അതാണ് റാലിക്ക, നീ തേടുന്ന ശരിയായ മാർഗം ഉണ്ടല്ലോ, അൽ കിതാബു, അതിതാണ്. ഇവിടെ മനസ്സിലാക്കണം, കിതാബ് എന്ന വാക്കിനെ കുറിച്ച് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നല്ല അതിന്റെ അർത്ഥം. കൃത്യമായി മനസ്സിലാക്കണം. ദൈവം ഒരു പുസ്തകം ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. ദൈവം കൊടുത്തത് നിയമസംഹിതകൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥിതിയാണ്. കതബ എന്ന അറബി വാക്കിന് എഴുതുക, നിയമമാക്കുക രണ്ടർത്ഥങ്ങളുമുണ്ട്. ഇവിടെ ദൈവം മുഹമ്മദിന് കൊടുത്തത് കുറെ വാക്കുകൾ ഉൾക്കൊള്ളുന്ന, വചനങ്ങൾ ഉൾക്കൊള്ളുന്ന, പേജുകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണോ? അല്ല, മറിച്ച് കുറെ നിയമങ്ങളും കുറെ അരുതായികകളും കുറെ ചെയ്യേണ്ട നിർബന്ധങ്ങളും കുറെ മര്യാദകളും കുറെ നന്മകളും
നീതിബോധവും സത്യസന്ധതയും സ്നേഹവും കാരുണ്യവും ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥിതിയാണോ? എന്താ ദൈവം മുഹമ്മദിന് കൊടുത്തത്? എന്താ ദൈവം മുഹമ്മദിന് കൊടുത്തത്? ഒരു ഉത്തരം പറയണം. ആ വ്യവസ്ഥിതിയെ വിളിക്കുന്ന പേരാണ് കിതാബ്. അല്ലെങ്കിൽ തന്നെ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അക്ഷരങ്ങളല്ല, അതിലെ ആശയങ്ങളാണ് പുസ്തകം. ശരിയല്ലേ? ഖുർആൻ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ കടലാസുകളോ അതിനകത്തുള്ള മഷിയോ അതിനകത്തുള്ള വാക്കുകളോ അതിനകത്തുള്ള അക്ഷരങ്ങളോ വാചകങ്ങളോ ഒന്നുമല്ല, ആശയങ്ങളാണ് ഖുർആൻ. ആ ആശയത്തെ ചൂണ്ടിക്കൊണ്ടാണ് ദൈവം പറയുന്നത്, നീ തേടിക്കൊണ്ടിരിക്കുന്ന നേർമാർഗമുണ്ടല്ലോ, ശരിയായ മാർഗം, ദാലിക അൽ കിതാബു, ഈ വ്യവസ്ഥിതിയാണ് ആ നേർമാർഗം. എന്തുകൊണ്ട് ഈ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകുന്നു? ഒറ്റ കാരണം, മനസ്സുകൊണ്ട് അത് തേടിക്കൊണ്ടിരിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഒരുപക്ഷെ എന്റെ മുമ്പിലിരിക്കുന്നവരുടെ 17 ഇരട്ടി, മിനിമം 17 ഇരട്ടി പ്രാവശ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് പുറത്തുള്ളത് ദിവസം, അല്ലേ? നിങ്ങളൊരു ദിവസം എത്ര ഫാത്തിഹ ഓതും? മറ്റവർ നിർബന്ധമായും 17 പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് മിനിമം, അല്ലേ? കൂടാതെ മരിച്ചെടുത്ത് പോയിട്ട് ഓതുന്നതും ആൾക്കാരെ കാണിക്കാൻ 3 പ്രാവശ്യം ഓതുന്നതൊക്കെ ഫാത്തിഹ വേറെയുണ്ട്, ഇഷ്ടം പോലെ. സുന്നത്ത് നമസ്കാരത്തിലുള്ള ഫാത്തിഹ പിന്നെയുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടും നിങ്ങളും ഞാനും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ നേരായ മാർഗത്തിലേക്ക് എത്തിയത് നമ്മളാണ്, അവരല്ല എന്ന്. എന്താ കാരണം? അവരെ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? അല്ല, അവരെ വാക്കുകൾ കൊണ്ട്, നാവുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് തേടി, മനസ്സുകൊണ്ട് തേടി, മനസ്സ് അടിയുറച്ച് തേടി. അപ്പൊ കിട്ടുന്നതാണ് അതിനുള്ള ഉത്തരം. അതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് കണ്ടീഷൻസ് വേറെയുണ്ട്. പ്രാർത്ഥനയ്ക്ക് കണ്ടീഷൻസ് വേറെയുണ്ട്. മനസ്സിനകത്തുള്ള ഈ ആഗ്രഹം ഇളകാത്ത ആഗ്രഹമായിരിക്കണം. ഒരു നിമിഷമെങ്കിലും ഇതിൽ നിന്ന് ഇളകിപ്പോയാൽ പിന്നെ ലക്ഷ്യത്തിലെത്തുക ബുദ്ധിമുട്ടാണ്. ഈ തത്വം ദൈവിക വ്യവസ്ഥിതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ആരെങ്കിലും ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചും നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഒരു തത്വമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള അതിയായ ആഗ്രഹം ഇടക്ക് വെച്ച് മുറിഞ്ഞുപോയാൽ പിന്നെ ആ ലക്ഷ്യം നേടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം അടിയുറച്ചതാണെങ്കിൽ ഇവര് മരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. കാരണം അവന്റെ ലക്ഷ്യം നേടിയിരിക്കും. അതിന്റെ ഒരു അനുസ്മരണം നടക്കാൻ പോവാണിപ്പോ കുറച്ചാൾ കഴിയുമ്പോ, അല്ലേ? അവരുടെ ഇഹ്ദിനസ് സിറാത്ത് എന്ന തേട്ടം ഉറച്ചതായിരുന്നില്ലെങ്കിലും ഇയാളെ കൊല്ലണമെന്ന തേട്ടം ഉറച്ചതായിരുന്നു. അവരത് നേടി, ഇല്ലേ? ആലോചിച്ചു നോക്കണം. അറിയാം, അവർക്കെന്നല്ല, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇത്. മൗലവിയെ മാത്രമല്ല, നമ്മളെല്ലാവരെയും ഇല്ലായ്മ ചെയ്യാം. കാരണം സത്യത്തിന് എപ്പോഴും ശത്രുക്കൾ കൂടുതലായിരിക്കും. കാരണം സത്യത്തിന്റെ മറുപക്ഷത്തിരിക്കുന്നവർക്കാണ് നേട്ടങ്ങൾ കൂടുതൽ. അസത്യത്തിന്റെ കൂടെ സഞ്ചരിക്കുന്നവർക്കാണ് നേട്ടങ്ങൾ കൂടുതൽ. ആ നേട്ടങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലാത്തവർ സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. സത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അതിന് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ആ ഒരാശയത്തെ സമൂഹം അവഗണിക്കുകയാണ് ചെയ്യുക, പരിഹസിക്കുകയാണ് ചെയ്യുക. ആദ്യം ഇത് പരിഹസിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവഗണിക്കുകയാണ് ചെയ്യുക. അവഗണിക്കും, ഒന്ന് കണ്ടില്ല എന്ന് നടിക്കും. കാരണം പാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണത്. പാസിഫൈ ചെയ്യലാണ് ഒരാശയത്തെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. നിഷ്ക്രിയമാക്കാൻ ശ്രമിക്കുക. നിഷ്ക്രിയമാക്കുക എന്ന തത്വം ഈ പ്രാർത്ഥനയിലുമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടന്നു വരാം. അങ്ങനെ അവഗണിക്കാൻ ശ്രമിക്കുക. മൂന്നാമതായിട്ട് അതിരൂക്ഷമായ എതിർപ്പുകളും കൊണ്ട് കടന്നു വരും. മൂന്നാമത്തെ സ്റ്റെപ്പ് അതാണ്, അതിരൂക്ഷമായ എതിർപ്പ്. ആ ഘട്ടത്തിൽ നേർക്ക് നേരെ ആശയത്തെ തടസ്സപ്പെടുത്താൻ പറ്റാതപ്പം ആശയവും കൊണ്ട് നടക്കുന്നവരുടെ സ്വഭാവത്തെ ഹത്യ ചെയ്യാൻ ആദ്യം ശ്രമിക്കും. ശരിക്കും ശാരീരികമായി ഇല്ലാതാക്കാനല്ല ആദ്യം ശ്രമിക്കുക. ഈ മനുഷ്യൻ വ്യഭിചാരിയാണ്, ഇയാൾ കള്ളം പറയുന്നയാളാണ്,
മൗലവിയെ കുറിച്ച് പറഞ്ഞില്ലേ ഇതൊക്കെ? പറയും. സ്വാഭാവികമാണ്. ഏതൊരു നന്മയും കൊണ്ട്, ഏതൊരു നല്ല ആശയം കൊണ്ട് ഇറങ്ങിയവർക്കൊക്കെ നേരിടേണ്ടി വരുന്നതാണ്. അത് യഥാർത്ഥത്തിൽ വ്യക്തിഹത്യയുടെ ആദ്യഘട്ടമാണ്. അതിലും തീരാത്തപ്പോഴാണ് ഭൗതികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഇതിന് ഇന്ന് ശ്രമിച്ചിരിക്കുന്നവരെയും അവർ ശ്രമിക്കും, സംശയം വേണ്ട. അത് നേരിടാൻ തയ്യാറില്ലാത്തവർക്ക് നല്ല മാർഗം എന്താണെന്നറിയോ? ഇപ്പൊ ഇവിടെ കിട്ടുന്ന സുഖമെങ്കിലും അനുഭവിക്കല. കാരണം പണ്ടൊരാൾ പറഞ്ഞ പോലെ മരിച്ചിട്ട് ദൈവം ഞാൻ തമാശ പറഞ്ഞാന്ന് പറഞ്ഞാൽ ഈടെയുള്ളതുമില്ല ആടെയുള്ളതുമില്ല. അതിലും നല്ലത് ഇപ്പൊ കിട്ടുന്നത് കിട്ടിക്കോട്ടെ. മരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ദൈവം ഇവിടെ സ്വർഗമൊന്നുമില്ല, ഞാൻ വെറുതെ തമാശ പറഞ്ഞാന്ന് പറഞ്ഞാൽ എന്താവും? ഇവിടെ കള്ളു പിടിക്കാതിരുന്നതും പെണ്ണ് പിടിക്കാതിരുന്നതും ഒക്കെ വെറുതെ ഇല്ലേ? ഇവിടെ കള്ളു കുടിച്ചവൻ സമർത്ഥനായി. അങ്ങനെ ഒരു അവസ്ഥയെ, ഒരു എതിർപ്പിനെ നേരിടാനുള്ള മനോധൈര്യം ഇല്ലെങ്കിൽ നല്ല മാർഗം പിന്മാറുകയാണ്. ഇപ്പൊ തന്നെ പിന്മാറുകയാണ് നല്ലത്. എന്തിന് കയ്യോ കാലോ നഷ്ടപ്പെട്ടതിന് ശേഷം പിന്മാറാൻ നിൽക്കണം, അല്ലേ? പക്ഷെ ഒരു സത്യം ഞാൻ പറയാം. ഈ മാർഗത്തിൽ അടിയുറച്ചിരിക്കുന്നവൻ, അവന്റെ ഒരു കാലം നഷ്ടപ്പെട്ടാൽ അവൻ ഇന്നുള്ള 2 കാലം കൊണ്ട് എത്ര ശക്തനാണോ അതിന്റെ ഇരട്ടി ശക്തനായിരിക്കും. അതിന്റെ ഇരട്ടി ശക്തനായിരിക്കും അവൻ. ഇല്ലേ ഇല്ലാതായാൽ 100 ഇരട്ടി ശക്തനായിരിക്കും അവൻ. അതിനും ഈ ചരിത്രം തെളിവാണ്, ഈ ചരിത്രം സാക്ഷിയാണ്, അല്ലേ? ഈ പറയുന്ന മൗലവി ജീവിച്ചിരിക്കുമ്പം ശ്രദ്ധിക്കാതിരുന്നവരൊക്കെ മരിച്ചപ്പോഴാണ് ശ്രദ്ധിച്ചത്, അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ആ മനുഷ്യനെ ഇവരെ കൊല്ലുന്നതിലൂടെ അവരെന്താ ചെയ്തതെന്നറിയ? ഈ മനുഷ്യനെ അമരനാക്കി മാറ്റുകയാണ് ചെയ്തത്, മരണമില്ലാത്തവനാക്കി മാറ്റുകയാണ് ചെയ്തത്, അല്ലേ? ഇവിടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന നമ്മുടെ ആ തേട്ട മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണെങ്കിൽ നമുക്കത് കിട്ടിയിരിക്കുമെന്നതിന്റെ തെളിവാണ് ഇത്രയും വലിയ ഒരു വ്യവസ്ഥിതി ദൈവം നമുക്ക് കൈമാറിയത്. മനസ്സിലാക്കണം. അപ്പോ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ചോദ്യം, ആ ആഗ്രഹം, ആ താല്പര്യം പല വാക്കുകളിലൂടെ വിവരിക്കേണ്ട ഒരു സംഗതിയാണത്. ഒരു വാക്കുകൊണ്ട് പറയാവുന്നതല്ല. ഇംഗ്ലീഷിൽ നമുക്ക് വേണമെങ്കിൽ ഡിസയർ എന്നോ പാഷൻ എന്നോ, ഇതൊക്കെ മോട്ടോർ സൈക്കിളിന്റെ കാറിന്റെ ഒക്കെ പേരാണിപ്പോ, അതല്ല ഞാൻ പറയുന്നത്. അതിനെ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. പാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഒരു 2 വീലർ മോട്ടോർ സൈക്കിളാണ്. ഡിസയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കയറി വരുന്നത് ഒരു കാറാണ്, അല്ലേ? എന്നാൽ ഈ പറയുന്ന വാക്കുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വ്യക്തമായ ഒരു ആശയമുണ്ട്. ആ ആശയം എന്തുകൊണ്ട് കയറി വരുന്നില്ല? ഈ വാക്കിന്റെ കൂടെ ജനങ്ങൾ, ഈ കമ്പനികൾ നമുക്ക് തന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. മനസ്സിന് ചിത്രങ്ങൾ മാത്രമേ മനസ്സിലാവൂ. ഇറ്റ് തിങ്സ് ഇൻ ദ ടേം ഓഫ് ഫിഗേഴ്സ്, ഇമേജസ്. ഒരിക്കലും വാക്കുകൾ മനസ്സിന് മനസ്സിലാവില്ല. ഇത് സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ നീ പോകരുത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആ പോകുക എന്നതാണ് അവിടെ ഉറച്ചിരിക്കുക. ഒരു കുട്ടിയോട് നമ്മൾ ഒരു പ്രത്യേക സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ മോനെ നീ ഒരു കാലത്തും ഇതിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അവൻ അതിനകത്ത് പോയിരിക്കും. കാരണം അവന്റെ മനസ്സിനകത്ത് അരുത് എന്ന വാക്കിന് ഇമേജ് ഇല്ല, അതിനൊരു ചിത്രമില്ല. പകരം പോവുക എന്നതാണ് അവിടെ ഫീഡ് ചെയ്യപ്പെടുന്നത്. അതിനൊരു പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കും. നല്ല മാർഗം എന്താണെന്ന് അറിയോ? അത്തരം തെറ്റായതിനെ കുറിച്ച് മിണ്ടാതിരിക്കലാണ് നല്ലത്. മിണ്ടാതിരുന്നാ മതി, അവനറിയാനേ പോകുന്നില്ലല്ലോ. പകരം നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ബീഡി വലിക്കരുത്. കുറെ കഴിയുമ്പോ മോന്റെ മനസ്സിൽ ഈ വലിക്കരുത് പതിഞ്ഞിട്ടില്ല, പകരം എന്താ പതിഞ്ഞത്? ബീഡിയാണ് പതിഞ്ഞത്. ബീഡിയുടെ ചിത്രം. അച്ഛൻ വലിക്കുന്ന ബീഡിയുടെ പാക്കറ്റിൽ നിന്ന് ഒന്നെങ്കിലും അവൻ കട്ടിട്ട് വലിച്ചിരിക്കും, ആരും കാണാതെ. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് മുഴുവൻ. ഇവിടെ ഡിസയർ അല്ലെങ്കിൽ പാഷൻ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഈ അള്ളാഹു പറയുന്ന ആ മനസ്സിന്റെ അദമ്യമായ ആഗ്രഹത്തെ വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം, ചിത്രീകരണത്തിന്റെ അടുത്തോളം എത്താം. പക്ഷെ മലയാളത്തിന് ദൗർഭാഗ്യവശാൽ അഭിലാഷം എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അഭിലാഷം. പക്ഷേ അഭിലാഷം കൊണ്ടൊന്നും അത് പൂർത്തിയാവില്ല.
അതിന്റെ അർത്ഥം പൂർത്തിയാവില്ല. കാരണം അഭിലാഷം എന്ന വാക്ക് അപര്യാപ്തമാകുന്നതിന്റെ തെളിവാണ് നമ്മൾ തന്നെ മലയാളത്തിൽ തന്നെ പ്രയോഗിക്കുന്നത്. അഭിലാഷം പോരാന്ന് വരുമ്പോ എന്ത് പറയും? ജീവിതാഭിലാഷം എന്ന് പറയും. അപ്പൊ അഭിലാഷം പോരാത്തത് കൊണ്ടല്ലേ ജീവിതാഭിലാഷം എന്ന് പറഞ്ഞത്? പോരാ ആ വാക്ക്. അല്ലാഹു വിഭാവനം ചെയ്യുന്ന ഈ ഡിസയർ, ഈ പാഷൻ ചിത്രീകരിക്കാൻ പോരാ. അത്രയ്ക്കും ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ജീവനേക്കാൾ ഞാൻ വിലമതിക്കണം ആ നേർമാർഗത്തിന്. എന്റെ ജീവനേക്കാൾ വിലമതിക്കണം ഞാൻ ആ സാമൂഹിക നന്മയ്ക്ക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവിടെ നാം, ഞങ്ങൾ എന്ന് പറയുന്നതിന് പരിമിതിയില്ല. ആ ഞങ്ങൾ ഈ അതിവിശാലമായ സമൂഹമാണ്. ഈ സമൂഹത്തിന് മുഴുവൻ നീ ഇന്നും നാളെയും നന്മ വരുത്തണേ എന്ന ആഗ്രഹം മനസ്സിന്റെ അകത്ത് അടിയുറച്ചതായിരിക്കണം. അത് ദൈവത്തോട് ഇടയ്ക്കിടെ വിളിച്ചു ചോദിക്കാനുള്ളതല്ല. മനസ്സിൽ നിന്ന് വിട്ടുമാറാത്ത ഒരാഗ്രഹം. ആ ആഗ്രഹം മനസ്സിന്റെ ഉള്ളിൽ അടിയുറച്ചു പോയാൽ ദൈവം അത് തന്നിരിക്കണം. ദൗർഭാഗ്യവശാൽ മഹാഭൂരിപക്ഷത്തിനും നാം എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്, നന്മ എന്ന് പറയുന്നതിനും പരിമിതികളുണ്ട്. നന്മ ആർക്കൊക്കെ വേണം? ഇന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നന്മ നമ്മൾ എല്ലാവർക്കും അല്ല ആഗ്രഹിക്കുന്നത്. അതിന് പരിമിതികളുണ്ട്, പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ കുടുംബത്തിനകത്ത് തന്നെ എനിക്ക് കിട്ടുന്നതെല്ലാം എന്റെ അനിയന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ഉണ്ടോ? ഇല്ല. ഇനി അഥവാ എന്റെ കുടുംബത്തിന് കിട്ടിയാലോ എന്റെ വേലിക്കപ്പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാറില്ല. ഞാൻ ഒന്നുകൂടി ആഴത്തിൽ പറയട്ടെ, പോകണം, ആ വേലിക്കപ്പുറത്തുള്ളവന് കിട്ടണമെന്ന് ആഗ്രഹിക്കാറില്ല എന്ന് പറഞ്ഞാൽ പോരാ, കിട്ടരുത് എന്ന് ആഗ്രഹിക്കാറുണ്ട്. അല്ലേ? അവന് കിട്ടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. കാരണം എന്റെ കയ്യിൽ ഒരു മെഴ്സിഡീസ് ബെൻസ് കാർ ഉണ്ടെങ്കിൽ ഞാൻ വലുതാവുന്നത് എപ്പോഴാ? അവന്റെ കയ്യിൽ ഇല്ലാത്തപ്പം മാത്രമാണ്. അല്ലേ? അതുകൊണ്ട് അവന് കിട്ടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഈ ആഗ്രഹത്തെ പ്രാർത്ഥന എന്ന് പറയാനൊക്കില്ല. ഈ ആഗ്രഹം പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് ഇതിവിടെ പുലരാത്തത്. ഇനി നമുക്ക് ഖുർആനിൽ തന്നെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകാം. ഇവിടെ റബ്ബനാ ആതിനാ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അതായത് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത വിധം ആഗ്രഹിച്ചു കഴിഞ്ഞപ്പം ദൈവം നമുക്ക് എന്താ തന്നത്? മാർഗമാണോ? എന്താ ദൈവം തന്നത്? ചിന്തിച്ചു നോക്കണം. നമ്മളെന്താ ചോദിച്ചത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗമാണ് ചോദിച്ചത്. ദൈവം പക്ഷേ നമുക്ക് തന്നത് നേരായ മാർഗത്തിലെത്താനുള്ള നിർദ്ദേശങ്ങളാണ് തന്നത്. ചിന്തിക്കണം. കാരണം ദൈവം അതിലൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ്, നിനക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിമെയ്ഡ് ആയിട്ടല്ല ഞാൻ കാര്യങ്ങൾ തരിക, പകരം മാർഗങ്ങളുടെ നിർദ്ദേശങ്ങളാ തരിക. ഫ്രൂട്ട് ആരുണ്ടാക്കണം? അതിന്റെ ഫലം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാക്കണം. അങ്ങനെ ഒരു സന്ദേശം അതിനകത്തില്ലേ? ഉണ്ടോയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് പടച്ചവന്, എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് പടച്ചവന് മനുഷ്യനെ മുഴുവൻ നന്നാക്കിക്കൂടാ? അപ്പൊ അത് ഇൻസ്റ്റന്റ് ആയ ഒരു മാർഗമാണ്. ഇൻസ്റ്റന്റ് ആയ, ഇപ്പൊ മറ്റന്നാ പെരുന്നാൾ വരാൻ പോവാ, തലേദിവസം രാത്രി പോയിട്ട് റെഡിമെയ്ഡ് ഷർട്ട് എടുക്കാം, എടുത്തോടെ. പക്ഷെ ദൈവം തരുന്നത് റെഡിമെയ്ഡ് ഷർട്ടല്ല, തുണിയാണോ? തുണിയുമല്ല ദൈവം തരുന്നത്. ദൈവം പകരം എന്താ തരുന്നത്? വെള്ളവും വിത്തും മണ്ണും. ഈ മണ്ണിനകത്ത് വിത്ത് വിതച്ചിട്ട്, മണ്ണ് കിളച്ചിട്ട്, അതിനകത്ത് വിത്ത് വിതച്ചിട്ട് വെള്ളമൊഴിച്ച് അതിനെ വളർത്തി ചെടിയാക്കി മാറ്റി, ആ ചെടിയിൽ നിന്ന് നൂലുണ്ടാക്കി, അതിൽ നിന്ന് തുണിത്തരങ്ങൾ ഉണ്ടാക്കി, അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ കുപ്പായം തയ്ച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. ദൈവം അങ്ങനെയാ തരിക, അല്ലാതെ ഇൻസ്റ്റന്റ് റെഡിമെയ്ഡ് ആയിട്ട് തരില്ല. പലരുടെയും വിചാരം എന്താ? വിശക്കുമ്പോ ഭക്ഷണം തരൂ. ഇന്നേ വരെ ദൈവം ഒരാൾക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, മായിതയോ? ഇൻഷാ അല്ലാഹ് മായിത നമുക്ക് വേറൊരു ദിവസം പറയാം. ഇത് തൊട്ടു പോയാൽ വേറെ വഴിക്ക് പോകും. എന്നാലും ഇത് അറിയാതെയല്ല പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലാക്കണം, ദൈവം നമുക്ക് തരുന്നത് ഇങ്ങനെയാ.
ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മഹാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് ധൈര്യത്തിന് വേണ്ടി ചോദിച്ചു. ധൈര്യത്തിന് വേണ്ടി ദൈവം എനിക്ക് അപകടങ്ങളും ഭീഷണികളും നൽകി. മനസ്സിലാക്കണം. എന്താ അതിന്റെ അർത്ഥം? ധൈര്യം ഉണ്ടാകുന്നത് എപ്പോഴാ? അപകടവും ഭീഷണിയും ഉണ്ടായാലേ ധൈര്യം ഉണ്ടാവൂ. അല്ലെങ്കിൽ ധൈര്യം കൊണ്ടെന്താ കാര്യം ഉണ്ടോ? ധൈര്യം കൊണ്ട് കാര്യമുണ്ടോ? ദൈവം അങ്ങനെയാ തരിക. അല്ലാതെ ധൈര്യം തന്നെ തന്നാൽ ഈ ധൈര്യം പുഴുങ്ങി തിന്നാനാണോ? ധൈര്യം സന്ദർഭത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. ആ സന്ദർഭത്തിൽ ധൈര്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഭാഗം ഉണ്ടാവും, ധൈര്യം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗം ഉണ്ടാവും. രണ്ടിനും കാരണം, പേടിക്കും ധൈര്യത്തിനും കാരണം ഒരേ കാരണമാണ്. ആണല്ലോ? പേടിയുണ്ടാക്കുന്നതും ധൈര്യം ഉണ്ടാക്കുന്നതും ഒരേ സാധനമാണ്, അപകടം. ആ അപകടത്തെ കാണുമ്പോൾ പേടിച്ചവനായി, ധൈര്യം കാണിച്ചവൻ ധൈര്യം ഉള്ളവനായി. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. പക്ഷേ വഴി പിഴച്ചു പോകുന്നവൻ, ആരെങ്കിലും വഴിയിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതല്ല, അവന്റെ ഉള്ളിൽ തന്നെയുള്ള ചില വികാരങ്ങളാണ്. ആ വികാരങ്ങളെ അല്ലാഹു ഫിസ്ക് എന്ന് വിളിക്കും. ഫിസ്ക് എന്നതിന്റെ മലയാളം അനുസരണക്കേട് എന്നാണ്. അനുസരണക്കേട്, ധിക്കാരം. അഥവാ ദൈവം എന്നോട് പറഞ്ഞു, നീ ഈ വഴിക്ക് പോകരുത് മോനെ എന്ന് പറഞ്ഞു. ഞാൻ അനുസരിച്ചാ രക്ഷപ്പെട്ടു, അനുസരിച്ചില്ലെങ്കിലോ അബദ്ധത്തിൽപ്പെട്ടു. അനുസരണക്കേട് ആരാ കാണിച്ചത്? ഞാനാണ് കാണിച്ചത്. ഉത്തരവാദി ദൈവമാണോ? അല്ല, ദൈവം തന്നത് ഒരു നിർദ്ദേശമാണ്. മനസ്സിലാക്കണം. ഏതൊരു ഗ്രന്ഥത്തിന്റെ ആശയവും ഏതൊരു തത്വശാസ്ത്രവും മനുഷ്യന് ഉപകാരപ്പെടണമെങ്കിൽ ആ തത്വശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ. വെറുതെ പാടി നടന്നിട്ട് കാര്യമില്ല. ഉണ്ടോ? പാടി നടന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? ഖുർആൻ, നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ വിശാലമായ സമുദായത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സമുദായം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനും അപ്പുറത്ത് കടന്ന് ദൈവിക വിശ്വാസമുണ്ട് എന്ന് പറയുന്ന മുഴുവൻ സമൂഹത്തെയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറക്കിക്കൊടുത്തത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുഹമ്മദ് നബിക്ക് മുമ്പേ ഈ സമൂഹത്തിൽ ദൈവം ഇറക്കിക്കൊടുത്തതിന് എന്താ വിളിക്കേണ്ടത്? അതും ഖുർആൻ തന്നെയാണ്. അതും ദൈവിക വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയുടെ വക്താക്കളുടെയും ഇന്നത്തെ അവസ്ഥ എന്താ? ഈ ഗ്രന്ഥത്തെ അക്ഷരങ്ങളിലാക്കി, വാക്കുകളിലാക്കി ഓടിക്കൊണ്ട് പുണ്യം നേടാൻ ശ്രമിക്കുക. ജീവിതമോ എന്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഈ വാക്കുകൾ അനുസരിച്ചല്ല ജീവിക്കുക, ഈ ആശയങ്ങൾ അനുസരിച്ചല്ല ജീവിക്കുക. ആശയങ്ങൾ പുണ്യം ഇൻസ്റ്റന്റായി റെഡിമെയ്ഡായി കൊണ്ടുതരാനുള്ള മാർഗം. ഖുർആൻ നോക്കിയിരുന്നാൽ പോലും കൂലിയുണ്ട്, ഇല്ലേ? എന്താ കൂലി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഖുർആൻ നോക്കിയിരുന്നാൽ പോലും കൂലിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കൂലി എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് അത് കിട്ടുക എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ എന്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഖുർത്തുബിയുടെ ഒരു ഗ്രന്ഥത്തിൽ ഖുർത്തുബി പറഞ്ഞിരിക്കുന്നു പോലും, ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു, ലൈസലിൽ ഇൻസാനി ഇല്ലാമാ സാ എന്നൊരായത്തുണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു പോലും ഖുർആൻ വെറുതെ ഓതിയ കൂലി കിട്ടൂല. ആരാ പറഞ്ഞത്? മനസ്സിലാക്കണം. ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു, ഖുർത്തുബി അത് എടുത്തെഴുതിയിരിക്കുന്നു. എന്നിട്ട് ആ ഗ്രന്ഥങ്ങളും പോയി നടക്കുന്ന ഇവരാണ് പറയുന്നത് ഇത് വെറുതെ ഓതിയ കൂലി കിട്ടും. ഇത് ഇവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. പലപ്പോഴും ഈ മനസ്സിലായ ന്യൂനപക്ഷത്തിലെ ഒരു ഭൂരിപക്ഷം പേടിച്ചിട്ട് മാറിയിരിക്കുകയാണ്. മനസ്സിലാക്കണം. ഇവിടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതി പ്രവർത്തിച്ചു നേടാനുള്ളതാണ്, പറഞ്ഞിട്ട് നേടാനുള്ളതല്ല. നമ്മളൊക്കെ ശ്രമിക്കുന്നത് പറഞ്ഞിട്ട് നേടാനാണ്, പ്രാർത്ഥിച്ചിട്ട് നേടാനാണ്, വാക്കുകൾ ഉച്ചരിച്ചിട്ട് നേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്.
ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് ദൈവം ചോദിച്ചത് പ്രാർത്ഥന എന്ന് നമ്മൾ ഇന്ന് പറയുന്ന കർമ്മത്തിന് കൂടി ബാധകമാണ്. നിങ്ങൾ ഇന്ന് പറയുന്നു, ദൈവമേ ഞങ്ങൾക്ക് കാരുണ്യം ചൊരിയണേ, ഞങ്ങൾക്ക് കാരുണ്യം ചൊരിയണേ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. കാരുണ്യം നിങ്ങൾ ചൊരിയണം. കാരുണ്യം നിങ്ങൾ ചൊരിഞ്ഞാൽ കാരുണ്യം തിരിച്ചു കിട്ടും. ഈസാ നബി പറഞ്ഞു, വിതച്ചതേ കൊയ്യാൻ പറ്റൂ, വിതച്ചതേ കൊയ്യാൻ പറ്റൂ. ഇത് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഞാനിത് തുടങ്ങിയത് മുഴുവൻ ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേ വിഷയം പ്രാർത്ഥന, ഇസ്ലാമിലെ ഖുർആൻ വിഭാവനം ചെയ്യുന്ന പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു സെഷൻ കൂടി നമുക്ക് പോകണം. കാരണം ഇതിന്റെ ഉപഘടകമായിട്ട് മഗ്ഫിറത്ത് വരുന്നുണ്ട്. വേറൊന്ന് മഗ്ഫിറത്ത്, അതും അങ്ങനെയാണല്ലോ. ഇപ്പോ കുറേ പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ അതങ്ങ് ഒഴുകിപ്പോയി എന്ന് വിശ്വസിക്കുന്ന, അത് സമൂഹത്തിൽ മനുഷ്യനിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, നമ്മെ എങ്ങോട്ടാണ് അത് നയിക്കുന്നത്? ഈ ചിന്തകൾ നമ്മൾ വിശകലനം ചെയ്യാതെ ഖുർആനിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഖുർആനിന്റെ തെറ്റായ അർത്ഥങ്ങൾക്കപ്പുറം ശരിയായ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് ഗുണം? ഖുർആനിന്റെ തെറ്റായ അർത്ഥങ്ങൾക്കപ്പുറം ശരിയായ അർത്ഥങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് എന്താണ് മാനവികതയ്ക്കുള്ള ഗുണം? ചിന്തിക്കണം. എന്താ ഗുണം? ഒരു ഗുണവുമില്ല. എന്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഖുർആൻ, അതിന്റെ അർത്ഥമറിയാതെ ഞാൻ പട്ടിൽ പൊതിഞ്ഞു വെച്ച കാലത്ത് എന്ത് പ്രതിഫലനമാണോ ഈ ഖുർആൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്, ആ പ്രതിഫലനം മാത്രമേ ഇപ്പൊ അർത്ഥം അറിഞ്ഞാലും ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ പിന്നെന്തിനതിന്റെ അർത്ഥം അറിഞ്ഞു? പിന്നെ എന്താണ് അതുകൊണ്ട് ഈ സമൂഹത്തിന് ഗുണം? ഒരു ഗുണവുമില്ല. ഇവിടെ വാചകങ്ങളിൽ നിന്ന് കടന്ന് പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ കടക്കുമ്പോൾ മാത്രമേ, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇതിൽ നിന്ന് നിർമാർഗം കിട്ടൂ. ഇത് വായിച്ചത് കൊണ്ട് കിട്ടില്ല, ഇത് പഠിച്ചത് കൊണ്ട് കിട്ടില്ല, ഇത് കാണാപ്പാടമാക്കിയത് കൊണ്ട് കിട്ടില്ല, ഇത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടും കിട്ടില്ല, ഇതിന് വ്യാഖ്യാനം എഴുതിയത് കൊണ്ട് കിട്ടില്ല, ഇതിന് തർജ്ജമ എഴുതിയത് കൊണ്ട് കിട്ടില്ല, സമ്മേളനങ്ങൾ നടത്തിയാലും കിട്ടില്ല. സ്വന്തം ജീവിതത്തിൽ ഈ ഖുർആനിനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിന്റെ അർത്ഥം അറിയാത്ത കാലത്ത് എന്തായിരുന്നു എനിക്കിത് ഖുർആൻ, അത് തന്നെയായിരിക്കും ഇന്നും. ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ സൂക്ഷ്മമായി ദൈവം പറഞ്ഞിരിക്കുകയാണ്. ലിൽ മുത്തഖീൻ, സൂക്ഷ്മാലുവാകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സൂക്ഷ്മാലുക്കൾക്ക്, അവർക്ക് മാത്രമാണ് ഇതിൽ നിന്ന് നേർമാർഗം കിട്ടുക. എങ്കിൽ ഞാൻ പറയട്ടെ, അർത്ഥം, ഇതിന്റെ ആശയം കിട്ടുക എന്ന് പറഞ്ഞാൽ നേർമാർഗം കിട്ടലല്ല. ആശയം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നേർമാർഗം കിട്ടുന്നത്. ആശയം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നേർമാർഗം കിട്ടുന്നത്. ഇവിടെ പ്രാർത്ഥന ഈ സമൂഹത്തെ എന്താക്കി മാറ്റി എന്നതിന്റെ ഈ ചർച്ചയുടെ ഒന്നാം ഘട്ടം ഞാൻ പറയട്ടെ. എനിക്ക് പറയാനുള്ളത്, ഖുർആൻ വിഭാവനം ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിന്റെ അടിയുറച്ച ഒരു ലക്ഷ്യബോധമാണ്, അടിയുറച്ച ഒരാഗ്രഹമാണ്, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാത്ത വിധമുള്ള ഒരാഗ്രഹം. നന്മകളെ കുറിച്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല, കുറഞ്ഞ പക്ഷം എന്റെ ജീവിതത്തിലെങ്കിലും ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല എന്ന അടിയുറച്ച ഒരു തീരുമാനം, അതാണ് പ്രാർത്ഥന. അത് നമ്മൾ തിരിച്ചറിയണം. ആ പ്രാർത്ഥന അതല്ലാതെ വാചകങ്ങൾ മാത്രമായി പോയപ്പം ഈ സമൂഹത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ ചൈതന്യങ്ങൾ, എന്തൊക്കെ പ്രഭാവങ്ങൾ ഈ വ്യവസ്ഥിതിക്ക് ഇല്ലാതായിപ്പോയി, ശോഷണം വന്നുപോയി എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.